ഒന്ന് തിയറി അത്യാവശ്യം ഞാൻ 2 മോഡ്യൂളിന്റെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് തുടങ്ങിയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് പറ്റുന്നത്ര 9 മണിനുള്ളിൽ തീർക്കാന്നുള്ള രീതിയിൽ ചെയ്യാൻ വിചാരിക്കാണ്. അപ്പം തുടങ്ങുമ്പം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ടാക്കി തുറന്നാൽ മതി, ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സിലബസ് അനുസരിച്ച് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ്, ഇപ്പം ഡൈനാമിക്സ് ഫസ്റ്റ് മോഡ്യൂളിലില്ല. സ്റ്റാറ്റിക്സ് ബോഡി അറ്റ് റെസ്റ്റ് ആവുമ്പം സ്റ്റഡി ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ബോഡീസ് അറ്റ് റെസ്റ്റ്. അപ്പം നെറ്റ് ഫോഴ്സും നെറ്റ് മൊമെന്റും 0 ആയിരിക്കും. ഡൈനാമിക്സ് കൈനമാറ്റിക്സും കൈനറ്റിക്സും പഠിക്കാനുണ്ട്. അത് ഇതിലല്ല, ഫസ്റ്റ് മോഡ്യൂളിലല്ല. പിന്നെ റിജിഡ് ബോഡി, ഐഡിയൽ ബോഡി ഇൻ വിച്ച് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ any 2 points remain constant even when forces act on it. സ്കേലർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് ആദ്യം അറിയുന്ന കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. ട്രയാങ്കിൾ ലോ ഓഫ് എക്സ്ട്രഡീഷൻ, പാരലലോഗ്രാം ലോ ഓഫ് എക്സ്ട്രഡീഷനും. ഈ പാരലലോഗ്രാമിന്റെ ഡെറിവേഷൻ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് ടെക്സ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ്. ട്രയാങ്കിൾ ഓഫ് എക്സ്ട്രഡീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് 2 vectors are represented in magnitude and direction by 2 sides of a triangle taken in order, third side in the opposite order represents a resultant. എന്താ വെച്ചാൽ ഇപ്പൊ എയും ബിയും ഒരേ ഓർഡറിലാവുമ്പം തേർഡ് സൈഡ് റിസൾട്ടന്റ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഓർഡർ ആയിട്ട് എടുത്തതായിരിക്കും. എന്റെ ആരോ ഇങ്ങോട്ടും ബിയുടെ ആരോ ഇങ്ങോട്ടും ആകുമ്പം റിസൾട്ടന്റ് ശരിക്കും സെയിം ഓർഡറിലാണെങ്കിൽ റിസൾട്ടന്റ് ആറ് ഇങ്ങോട്ടല്ല വരണ്ട, പക്ഷെ റിസൾട്ടന്റ് എടുക്കുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ആരോ വരിക. അതേപോലെ പാരലലോഗ്രാം ലോവും. പാരലലോഗ്രാം ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, if 2 vectors acting at a point are represented by 2 adjacent sides of a parallelogram, diagonal passing through the point represents the resultant. അപ്പം എയും ബി, ഒ ബി ഒ എന്ന് പറഞ്ഞ ലൈൻ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ഒ ഉണ്ട്. അപ്പം ഒ എന്ന് വരക്കുന്ന ഡയഗണൽ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. മൊമെന്റ് എന്ന് വെച്ചാൽ മൊമെന്റ് അബൌട്ട് എ ഫോഴ്സ്, ദി ടേണിംഗ് എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോഴ്സ്. അപ്പം മൊമെന്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. കപ്പിൾ എന്ന് വെച്ചാൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് തിയറി ഒന്ന് ഓടിച്ചു പോയിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇത് റെക്ടാങ്കുലർ കമ്പോണൻസ് ഇൻ 3D എന്ന് വെച്ചാൽ അത് റിസോൾവ് ചെയ്ത് ചെയ്തെടുക്കേണ്ടത്. ഇക്വിലിബ്രിയം കണ്ടീഷൻസ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0 2D വരും. 3D ഇതും. പിന്നെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻറ്റ്. സിസ്റ്റം ഐസൊലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സറൗണ്ടിങ്സ് ബോഡി സെപ്പറേറ്റ് സപ്പോർട്ടും കോണ്ടാക്റ്റും എല്ലാം സപ്പോർട്ട് റിയാക്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. അതിന്റെ വരക്കുന്ന ഡയഗ്രാം ആണ് ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പം ഫ്രീ ബോഡി ഡയഗ്രാമിൽ നോർമൽ റിയാക്ഷൻ, ഫോഴ്സ്, വെയിറ്റ് അതൊക്കെ ഉണ്ടാവും. ഇത് ടൈപ്സ് ഓഫ് സപ്പോർട്ട്, ഫിക്സ്ഡ് സപ്പോർട്ട്, റോളർ ബെയറിംഗ്, പിന്നിന്റെ ഹിഞ്ച്. ജസ്റ്റ്
ഇത് ലാമിസ് തിയറം വെച്ചിട്ട് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. ലാമിസ് തിയറം ഒരു മിനിറ്റ്. ലാമിസ് തിയറം if forces acting at a point are in equilibrium, each force will be proportional to the sine of the angle between the other two forces. So എന്താ വെച്ചാല് F1, F2, F3 മൂന്ന് ഫോഴ്സസ് ആണ്. അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ F1 ഡിവൈഡഡ് ബൈ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള രണ്ട് ഫോഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ F1 ബൈ സൈൻ സി ഈക്വൽ ടു F2 ബൈ സൈൻ ബി ഈക്വൽ ടു F3 ബൈ സൈൻ എ. അപ്പം ഈ പ്രോബ്ലം ചെയ്യാം. നിങ്ങൾ കൂടെ ചെയ്യുവാണോ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ചെയ്തിട്ട് പോണോ? ഒരു റിപ്ലൈ തരോ? സ്ക്രീൻ കാണുന്നില്ല. കാണുന്നുണ്ട്. ഓക്കെ. ഈ പ്രോബ്ലം കൂടെ ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് പോവാണോ? കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും. ഓക്കെ. നിങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ടൊക്കെ ചെയ്യാൻ നോക്കിക്കോ. ഞാനിപ്പം എന്തായാലും പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഇത് ലാമിസ് തിയറം വെച്ചിട്ട് ചെയ്യുമ്പം ഇപ്പം താഴെ ഇതിപ്പം F1, F2, F3 അങ്ങനെയായിട്ടാണ് ചെയ്യണമെങ്കിൽ 150 ബൈ സൈൻ 45 പ്ലസ് 30 ഈക്വൽ ടു TAC ബൈ സൈൻ 135 ഈക്വൽ ടു TBC ബൈ സൈൻ 150. ഇത് ക്വസ്റ്റ്യനിൽ ഞാൻ ഫിഗർ മാത്രം വരച്ചെടുത്തിയ TBCയും TAC ടെൻഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിലുള്ളത്. ആംഗിള് ഓൾറെഡി ഗിവണുമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിസോൾവ് ചെയ്യാനും കുറെ ക്വസ്റ്റ്യൻസ് ഇത് ചെയ്താലേ പിന്നെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാൻ കുറച്ചും കൂടി സുഖം ഉണ്ടാവും. അപ്പം റിസോൾവ് ചെയ്യുമ്പം ഇപ്പം 10 കിലോ ന്യൂട്ടൺ അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി അല്ലേ? അപ്പൊ ഇങ്ങോട്ട് 10 ഒരു അപ്പൊ ഇങ്ങോട്ട് 10 കോസ് 30 ഉണ്ടാവും, മേലോട്ട് 10 സൈൻ 30 ഉണ്ടാവും. ഈ ഒരു ഇതിൽ നമ്മൾ XY വരക്കുകയാണെങ്കിൽ ആംഗിളിന്റെ അടുത്തുള്ള സ്ഥലത്താണ് കോസ് വരിക, ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്ത് സൈൻ വരും. അപ്പം 10 കോസ് 30 ഇങ്ങോട്ട്, 10 സൈൻ 30 ഇങ്ങോട്ട്. 5 കിലോ ന്യൂട്ടൺ ഈ ഡയറക്ഷനിലായോണ്ട് ഇങ്ങോട്ടും റിസോൾവ് ആവും. അപ്പം 5 സൈൻ കോസ് 60 ഇങ്ങോട്ട്, 5 സൈൻ 60 ഇങ്ങോട്ടും. അപ്പൊ ഇത് റിസോൾവ് ഇതാക്കുകയാണെങ്കിൽ സിഗ്മ H ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് 0. 5 cos 60 equal to 10 cos 30. പിന്നെ വെർട്ടിക്കൽ ഇത് ഫോഴ്സ് ഗിവൺ ആണോന്ന് എനിക്ക് ഉറപ്പില്ല. ക്വസ്റ്റ്യനിൽ എന്ത് ഇതുണ്ടോ നോക്കണം. ഇത് 5ഉം 10ഉം മാറ്റിയിട്ട് F1ഉം F2 വെക്കാം. F1 cos 30 equal to F2 sin 60. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അത് ഈക്വൽ. ഇത് രണ്ടും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ഇപ്പം F1 sin 30 പ്ലസ് F2 sin 60 ഈക്വൽ ടു 0 വരും. അപ്പൊ ഇതിൽ ഏതോ ഒരു ഡയറക്ഷൻ താഴോട്ടാ. ഇത് വരച്ച് തെറ്റി. ഇത് മൈനസ് സൈന് വരുമ്പോ നമ്മൾ വരച്ച ഡയറക്ഷൻ തെറ്റുന്നു.
ഇപ്പൊ ഇതുപോലെ റിസൾട്ടന്റും കണ്ടുപിടിക്കാൻ ഇപ്പം എച്ച് ഇട്ടും വി ഇട്ടും തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി ബൈ എച്ചും. ജസ്റ്റ് ഒരു മിനിറ്റ്, ഇപ്പം കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇത് സോറി, ഇതില് സിഗ്മ എച്ച് സിഗ്മ 0 അല്ല കേട്ടോ. നമ്മള് സിഗ്മ എച്ചും സിഗ്മ വിയും കണ്ടുപിടിക്കാൻ വേണ്ടത്. അതേപോലെ ഇതിലും കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ ഫോഴ്സ് റിസോൾവ് ചെയ്തിട്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആക്കിയിട്ട് റിസോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് റെഗുലർ ഹെക്സഗൺ ആണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ ഇവിടെ 50 കിലോ ന്യൂട്ടൺ, ഇങ്ങോട്ട് 20. ഇത് റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് ഇന്റേണൽ ആംഗിൾ ഫുൾ 120 ആണ് കേട്ടോ. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ ഓരോ ആംഗിൾ 30. ഇത് 30, ഇത് ഫുൾ 60, ഇത് ഫുൾ 90, ഇത് ഫുൾ 120. അപ്പം 30 കിലോ ന്യൂട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 കിലോ ന്യൂട്ടണോ ന്യൂട്ടണോ ഏതായാലും 30 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 30 കോസ് 30 ഇങ്ങോട്ട് വരും, 30 സൈൻ 30 മേലോട്ടും വരും. 40 കിലോ ന്യൂട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40, ഇത് ഫുൾ 60, 40 കോസ് 60 ഇങ്ങോട്ട് വരും, 40 സൈൻ 60 ഇങ്ങോട്ടും വരും. 50 കിലോ ന്യൂട്ടൺ ഓൾറെഡി വൈ ആക്സിസിലായതുകൊണ്ട് നമ്മൾ റിസോൾവ് ചെയ്യില്ല. എക്സ് ആക്സിസിലും വൈ ആക്സിസിലോട്ട് ആക്കിയിട്ട് റിസോൾവ് ചെയ്യാം. 60 കിലോ ന്യൂട്ടൺ ഇങ്ങോട്ടായതുകൊണ്ട് 6, ഇവിടെ 30, ഇവിടെ 60. അപ്പം 60 കോസ് 60 മേലോട്ടും വരും, ഇപ്പുറത്തോട്ട് 60 സൈൻ 60 വരും. അപ്പം റിസൾട്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ എച്ച് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒക്കെ റിസോൾവ് ചെയ്യും. അപ്പം 20 പ്ലസ് 30 കോസ് 30 പ്ലസ് 40 കോസ് 60 മൈനസ് 60 സൈൻ 60 ആണ് ഹൊറിസോണ്ടൽ ഫോഴ്സ്. അത് ഞാൻ ചെയ്യുന്നില്ല. സിഗ്മ വി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 പ്ലസ് 30 സൈൻ 30 പ്ലസ് 40 സൈൻ 60 പ്ലസ് 60 കോസ് 60 പ്ലസ് 60 സൈൻ 60. ഒരു മിനിറ്റ്, 60 സൈൻ 60 ഇല്ല, സോറി, 60 സൈൻ 60 ഹൊറിസോണ്ടൽ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പം ഇപ്പം ഈ രണ്ട് സ്ഫെറിക്കൽ ബോഡി എയും വിയും ബി കണക്റ്റഡ് വിത്ത് സ്ട്രിങ് ഈ ബോക്സിലുള്ള രീതിയിൽ. അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പം ഈ ബോക്സ് ഉണ്ടാവില്ല, വെറും സ്ഫിയർ മാത്രമേ ഉണ്ടാവും. അറ്റ് എ ടൈം നമ്മൾ ഒരു ബോഡീനെ കൺസിഡർ ചെയ്യും. അപ്പൊ ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ, ഇത് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി. അപ്പം ഇതിലെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ ഒന്നാമത് ഇതിന്റെ വെയിറ്റ് ഉണ്ടാവും താഴോട്ട് W. ഇതിപ്പം ഗ്രൗണ്ടായി കൺസിഡർ ചെയ്യുന്ന, ഇത് ഞാനൊരു വോളായി കൺസിഡർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നോർമൽ റിയാക്ഷൻ R ഉണ്ടാവും ഗ്രൗണ്ടിൽ നിന്ന് മേലോട്ട് എയില്, ഗ്രൗണ്ടിൽ നിന്ന് മേലോട്ട് RG ഉണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ട് വോളിൽ നിന്ന് റിയാക്ഷൻ ഉണ്ടാവും RW റൈറ്റ് സൈഡിലോട്ട്. പിന്നെ ഈ ബോള് ബി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇപ്പുറത്തോട്ടും ഉണ്ടാവും ലെഫ്റ്റ് സൈഡിലേക്ക്, RBA എന്ന് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി വരക്കുമ്പം ഇവിടുന്ന്
താഴോട്ട് വെയിറ്റ് ഉണ്ടാവും, നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ആർന്നും എന്നും എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങോട്ട് ടെൻഷൻ ടിയും വരും, ഇങ്ങോട്ട് ഈ ബോഡി എ ബിയിൽ ഉണ്ടാക്കുന്ന നോർമൽ റിയാക്ഷൻ റൈറ്റ് സൈഡിലേക്കും വരും. നിങ്ങൾക്ക് ഇടക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ. ഞാൻ സ്പീഡ് കൂടുതലാണോ കുറവാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പറയണേ. ഇത് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ. അപ്പം ടൈപ്സ് ഓഫ് സപ്പോർട്ട് അറിയാമല്ലോ. ഇപ്പം ഹിഞ്ച് ഉണ്ട്. ഹിഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിൾ ജസ്റ്റ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് റോളർ. ഹിഞ്ചില് റൊട്ടേഷൻ മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പം റൊട്ടേഷൻ മാത്രം അലൗഡ് ആകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഹൊറിസോണ്ടൽ ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സും ഡെവലപ്പ് ആവും. സപ്പോർട്ട് റിയാക്ഷൻ ഇതില് റൊട്ടേഷനും അലൗഡ് ആണ്, ഹൊറിസോണ്ടൽ മൂവ്മെന്റും അലൗഡ് ആണ്. അപ്പൊ സപ്പോർട്ട് റിയാക്ഷൻ ഡെവലപ്പ് ആവുന്നത് വെർട്ടിക്കൽ മാത്രമാണ്. വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ റോളറിൽ ഡെവലപ്പ് ആവും. ഇനി ഫിക്സ്ഡ് ഉണ്ട്. ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടലും അലൗഡ് അല്ല, വെർട്ടിക്കലും അലൗഡ് അല്ല, മൊമെന്റും അലൗഡ് അല്ല. അത് നിങ്ങൾ എംഒഎസിലാന്ന് തോന്നുന്നു പഠിക്കുന്നത്, ഇപ്പോഴേ പഠിക്കുന്നില്ല, EM പഠിക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഇതിലെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരച്ചു. ഈ റിയാക്ഷനെ മാറ്റി സപ്പോർട്ട് റിയാക്ഷൻ മാത്രം വരക്കും FBD വരക്കുമ്പോൾ, ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോൾ. അപ്പോൾ ഹിഞ്ചിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കലും ഉണ്ട്, ഹൊറിസോണ്ടലും ഉണ്ട്. ഇവിടെ വെർട്ടിക്കൽ മാത്രം റോളറായിട്ട്. വെർട്ടിക്കലിന് VA VB ഇത് H എന്ന് കൊടുക്കാം. 10 കിലോ ന്യൂട്ടന്റെ പോയിന്റ് ലോഡ് 2 മീറ്റർ ഡിസ്റ്റൻസിൽ, ഇതും 2 മീറ്റർ ഡിസ്റ്റൻസിൽ വേറെ 20 കിലോ ന്യൂട്ടന്റെ പോയിന്റ് ലോഡ്, ഇവിടെയും 2 മീറ്റർ. അപ്പം സിഗ്മ V ഇസ് ഈക്വൽ ടു 0 എന്ന് ഫസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. 3 ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉള്ളത്. സിഗ്മ V ഈക്വൽ ടു 0, സിഗ്മ H ഇസ് ഈക്വൽ ടു 0, സിഗ്മ M ഇസ് ഈക്വൽ ടു 0. V ഈക്വൽ ടു 0 എന്ന് പറയുമ്പം എല്ലാ വെർട്ടിക്കൽ റിയാക്ഷനെയും ഇക്വേറ്റ് ചെയ്യാം. VA പ്ലസ് VB, VAയും VBയും മേലോട്ടായോണ്ട് VA പ്ലസ് VB മേലോട്ട് ഈക്വൽ ടു താഴോട്ടുള്ള റിയാക്ഷൻസ് ഏതാ 10ഉം 20ഉം. അപ്പം VA പ്ലസ് VB ഈക്വൽ ടു 10 പ്ലസ് 20 ഈക്വൽ ടു 30. അത് ഫസ്റ്റ് ഇക്വേഷൻ ആയി. ഇനി സിഗ്മ H ഇസ് ഈക്വൽ ടു 0. ഇവിടെ ആ കൂടി ഹൊറിസോണ്ടൽ റിയാക്ഷൻ HA മാത്രമേ ഉള്ളൂ. ഇത് ഇൻക്ലൈൻഡ് ആണെങ്കിൽ മാത്രമേ വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരും. അപ്പൊ ഇത് രണ്ടും ഡയറക്ട്ലി ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് സിഗ്മ H ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ HA ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ ഇത് വരക്കേണ്ട ആവശ്യമില്ല. പിന്നെ സിഗ്മ M ഇസ് ഈക്വൽ ടു 0. ഇപ്പൊ മൊമെന്റ് 0 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് മൊമെന്റ് 0 എന്ന് പറയാം. ഇതിപ്പം A എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ B എന്ന് പറയാം. അപ്പം സിഗ്മ M ഇസ് അറൌണ്ട് A ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം VA എടുക്കൂല, കാരണം VA ആക്ട് ചെയ്യുന്നത് എയിൽ തന്നെയല്ലേ. അപ്പം VA എടുക്കൂല. മൊമെന്റ് അറൌണ്ട് A എടുക്കുമ്പം 10 ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, 10 കിലോ ന്യൂട്ടൺ ഇൻറ്റു 2, 20 കിലോ ന്യൂട്ടൺ ഇൻറ്റു 4. ഇത് രണ്ടും ക്ലോക്ക് വൈസ് അല്ലേ പോകുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് എടുക്കും. ഇനി VB മേലോട്ട് ഇൻറ്റു 6, A നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കണ്ടേ, ഫോഴ്സ് ഇൻറ്റു A നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് ആന്റി ക്ലോക്ക് വൈസ് ആ പോകുന്നതുകൊണ്ട് നമ്മൾ ഇത് മൈനസ് ആയിട്ട് എടുക്കുന്നു. മൈനസ് ആയിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എഴുതിയാൽ മതി. അപ്പം 10 ഇൻറ്റു 2 പ്ലസ് 20 ഇൻറ്റു 4, A എന്നുള്ള ഡിസ്റ്റൻസ് ആണ്, 2 മാത്രം എടുത്താൽ പോരാ, ഈക്വൽ ടു 6 VB. ഇപ്പം VB കിട്ടി. VA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 മൈനസ് VB ചെയ്താൽ മതി. അപ്പം RBയോ VBയോ ഏതെങ്കിലും ഏത് RB 16.66ഉം RA 13.33ഉം കിട്ടും. ഇത് അതേപോലത്തെ ക്വസ്റ്റ്യനിൽ പക്ഷെ ഈ 20 കിലോ ന്യൂട്ടൺ ഇൻക്ലൈൻഡ് ആണ്. അപ്പം ഹിഞ്ചിന് വീണ്ടും VA VB വരച്ചു. റോളറിന് വെർട്ടിക്കൽ മാത്രമേ ഉള്ളൂ, ഇതിന് ഹൊറിസോണ്ടലും കൂടി ഉണ്ട്. HA എഴുതി. അപ്പം ഇത് 10 കിലോ ന്യൂട്ടൺ. ഇത് ഫ്രീ ബോഡി ഡയഗ്രം ആണ് നമ്മൾ വരക്കുന്നത്.
10 kilonewton. ഇത് 20 ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് എങ്ങനെ വരും? ഇതിപ്പം എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുകയാണെങ്കിൽ ഒരെണ്ണം ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ഇങ്ങോട്ടും വരും, വെർട്ടിക്കൽ താഴോട്ടും വരും. അപ്പം താഴോട്ട് 20 cos 60 വരും. ഇവിടേക്ക് 20 sin 60 ആണ് താഴോട്ട്. 20 sin 60, ഇത് 20 cos 60. അപ്പം വെർട്ടിക്കൽ റിയാക്ഷൻ ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ. സിഗ്മ എച്ച് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എച്ച് ഈക്വൽ ടു 20 cos 60. അപ്പൊ എച്ച് കിട്ടും. സിഗ്മ വി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ വി എ ഈക്വൽ ടു വി എ പ്ലസ് വി ബി ഈക്വൽ ടു 10 പ്ലസ് 20 സൈൻ 60. ഇത് ആംഗിളിലായോണ്ട് റിസോൾവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നേരെ 20 പ്ലസ് 30 അല്ലേ, 10 പ്ലസ് 20 അല്ലേ എടുത്തത് 30. അപ്പൊ ഇതാക്കുമ്പം വി എ പ്ലസ് വി ബി കിട്ടും. അത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുത്താൽ സിഗ്മ എം എസ് ഈക്വൽ ടു 0, എം അറ്റ് എ എന്ന് വേണമെങ്കിലും ബി എന്ന് വേണമെങ്കിലും മൊമെന്റ് എടുക്കാം. അത് ഞാനിപ്പോ എന്ന് എടുക്കുന്നേ ഉള്ളൂ. അപ്പം 10 into 2 plus 20 into 4 equal to 6 VB. ഇതിപ്പോ ഞാൻ അതിന്റെ ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ റിസൾട്ടന്റ് H10 കിട്ടും. റിസൾട്ടന്റ് എടുത്തിട്ട് റിസൾട്ടന്റ് എടുത്ത് എഴുതും ചെയ്യാം കേട്ടോ. അത് മിക്കവാറും എഴുതേണ്ടി വരും. എന്നിട്ട് ഇത് വി, ഇത് എച്ച്, ഇത് വി, എന്നിട്ട് തീറ്റ എഴുതേണ്ടി വരും. തീറ്റ എന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് വി ബൈ എച്ച്. അപ്പൊ ഇത് രണ്ടിലുള്ള ആംഗിളും കൂടി എഴുതേണ്ടി വരും. സോറി, ഇത് 20 sin 60 into 4 ആണ്. ഞാൻ 20 into 4 എന്ന് എഴുതിയിട്ടുള്ളൂ. ഇത് ഇപ്പം നമ്മള് പോയിന്റ് ലോഡാണ് ഇപ്പൊ ആംഗിളിൽ ആക്ട് ചെയ്യുന്ന പോലെ എടുത്തത്. ഇനി സപ്പോർട്ട് റോളറാണ് ആംഗിളിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ സെയിം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ആർ ബി കോസ് 30, ആർ ബി ഈ ഒരു ആംഗിളിൽ ഇവിടെ 30 വരുന്നോണ്ട് ആർ ബി കോസ് 30യും ആർ ബി സൈൻ 30 ആയിട്ട് എടുക്കാം. ഇനി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് യൂഡിയൽ ആക്ട് ചെയ്യുമ്പോൾ നോക്കാം. യൂഡിയൽ ആക്ട് ചെയ്യുമ്പോൾ ഇത് വി എ വി ബി എച്ച് എടുക്കാം, എഴുതേണ്ട ആവശ്യമില്ല. കാരണം സിഗ്മ എച്ച് ഈക്വൽ ടു 0 ആകുമ്പോൾ എച്ച് 0 ആവും. ഇവിടെ ഒരു യൂണിറ്റ് മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് 10 kilonewton മീറ്റർ. അപ്പൊ യൂണിറ്റ് മൊമെന്റ് ആക്ട് ചെയ്യുമ്പോൾ സിഗ്മ എം എസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ മാത്രമേ മൊമെന്റ് എടുക്കൂ. സിഗ്മ എച്ചിലും സിഗ്മ വിയിലും ഈ 10 എടുക്കൂല, കാരണം അത് മൊമെന്റ് മാത്രം. സിഗ്മ വി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ വി എ പ്ലസ് വി ബി ഈക്വൽ ടു ഈ താഴോട്ട് 10 kilonewton പോയിന്റ് ലോഡ്. ഈ 3 എന്ന് വെച്ചാൽ 1 into 3. യുഡിഎൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 kilonewton പെർ മീറ്റർ ഇൻറ്റു 3 മീറ്റർ. ഈ മീറ്ററും 3 kilonewton ആയി. അപ്പം വി എ പ്ലസ് വി ബി ഈക്വൽ ടു 13. സിഗ്മ എച്ച് 0 എന്ന് വെച്ചാൽ എച്ച് 0 കിട്ടി. അപ്പം എം എ സിഗ്മ എം എറ്റ് എ 0 എന്ന് പറയുമ്പോൾ 10. ഇവിടെ മൊമെന്റ് തന്നെ ആയതുകൊണ്ട് ഡിസ്റ്റൻസ് എടുക്കണ്ട, കാരണം ഓൾറെഡി മൊമെന്റ് ആണുള്ളത്. നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എടുക്കുമ്പോഴാണ് മൊമെന്റ് കിട്ടുന്നത്. ഇപ്പൊ ഓൾറെഡി മൊമെന്റ് തന്നുകൊണ്ട് ഡിസ്റ്റൻസിന്റെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം മൊമെന്റ് 10 പ്ലസ് 5 into 10
5 into 10 പ്ലസ് ഇവിടെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യു ഡി എൽ എന്ന് വെച്ചാൽ 3 കിലോ ന്യൂട്ടൺ 3 മീറ്ററിൽ 1 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിന്റെ യു ഡി എൽ ആക്ട് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ പകുതിയിൽ ഒരു 3 കിലോ ന്യൂട്ടന്റെ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നില്ല. 1.5 മീറ്റർ ഇവിടെ 1.5 മീറ്റർ ഇവിടെ. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഇൻറ്റു 2 പ്ലസ് 3 പ്ലസ് 1.5 6.5 ഇൻറ്റു 3 ഈക്വൽ ടു ടോട്ടൽ എത്രയാ 8 വി ബി. അപ്പൊ വി ബി കിട്ടും. വി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13 മൈനസ് വി ബി. ഇത് ഫ്രിക്ഷൻ വരുന്ന കേസിലാണേ. ഫ്രിക്ഷൻ വരുന്ന കേസിൽ ഇപ്പം ഈ ബ്ലോക്കിൽ പി ലോഡ് റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പം ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പം പി ലോഡ് റൈറ്റ് സൈഡിലേക്ക്, താഴോട്ട് വെയിറ്റ് എന്താ എപ്പോഴും ഉണ്ടാവും ഡബ്ല്യു, മേലോട്ട് നോർമൽ റിയാക്ഷൻ, ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള നോർമൽ റിയാക്ഷൻ മേലോട്ട് 6. ഇവിടുന്ന് താഴോട്ട് ഇപ്പം മൊമെന്റ് ഇങ്ങോട്ട് ഐ മീൻ ഫോഴ്സ് ഇങ്ങോട്ട് ആയതുകൊണ്ട് ഫ്രിക്ഷൻ എപ്പോഴും റെസിസ്റ്റ് ചെയ്യാൻ നോക്കുമല്ലോ. ഫ്രിക്ഷൻ ഓൾവേസ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. എങ്ങോട്ടാണോ മൂവ് ചെയ്യാൻ അത് നോക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. എഫ് സ്മോൾ എഫ് ഈക്വൽ ടു മ്യൂ ആർ. മ്യൂ എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും, ആറ് ഈ നോർമൽ റിയാക്ഷനും. ഈ നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ സിഗ്മ വി ഈക്വൽ ടു 0 എന്ന് ഇത് വെച്ചിട്ട് ആറ് കണ്ടുപിടിക്കാം. ഇപ്പം ആറും ഡബ്ല്യു മാത്രമേ ഉള്ളതുകൊണ്ട് ആർ ഈക്വൽ ടു ഡബ്ല്യു എന്ന് വെച്ചിട്ട് കിട്ടും. സിഗ്മ വി ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു ഡബ്ല്യു. സിഗ്മ എച്ച് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ പി ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ. അപ്പം കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ പി മ്യൂ ഇസ് ഈക്വൽ ടു പി ബൈ ആർ അല്ലെങ്കിൽ പി ബൈ ഡബ്ല്യു. ഇപ്പം ഫോഴ്സും വെയിറ്റും ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ തരിക. ഇനി ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആംഗിളിലാണെങ്കിൽ ഇവിടെ ഇത് 15 ന്യൂട്ടൺ ആംഗിളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 30 ഡിഗ്രിയിൽ വിത്ത് ഹൊറിസോണ്ടൽ. അപ്പം 15 കോസ് 30 ഇങ്ങോട്ട്, മേലോട്ട് 15 സൈൻ 30. അപ്പം റിസോൾവ് ചെയ്യുമ്പം സിഗ്മ എച്ച് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം എഫ് ഈക്വൽ ടു മ്യൂ ആർ ആണേ. മ്യൂ ആർ ഈക്വൽ ടു 15 കോസ് 30. സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 15 സൈൻ 30 പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 50. അപ്പോൾ ആറ് കിട്ടും. ആറ് ഈ മ്യൂ ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മ്യൂ കിട്ടും. ഇനി രണ്ട് ബോഡി കണക്ട് ചെയ്തിട്ട് ഇതാക്കുമ്പം ഉള്ള നോർമൽ റിയാക്ഷനും ഫ്രീ ബോഡി ഡയഗ്രാം. ഇപ്പൊ എന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് വെച്ചാൽ ഇപ്പം വെയിറ്റ് ഉണ്ട്. എപ്പോഴും അറിയുന്നത് ആദ്യം എഴുതി വെക്കാം. വെയിറ്റ് ഉണ്ട്, ഇതൊരു സ്ട്രിങ്ങാ, അപ്പൊ ടെൻഷൻ ഉണ്ടാവും ടി. ഇത് ബിന്റെ മേലെ, അപ്പൊ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ നോർമൽ റിയാക്ഷൻ നമുക്ക് ആർ വൈ എന്നായിട്ട് എടുക്കാം. കാരണം രണ്ട് ഡിഫറെന്റ് നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ഇവിടുന്ന് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, ഈ താഴെ നിന്നുള്ളത് വേറെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. രണ്ടും ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും ആർ വൈ. ഇനിയിപ്പം ഇതും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ, ഇപ്പം ഇത് ഇങ്ങോട്ടല്ലേ, ഇതിന്റെ ഫ്രിക്ഷൻ എയുടെ ഫ്രിക്ഷൻ റൈറ്റ് സൈഡിലേക്ക് ഉണ്ടാവുക. കാരണം ഈ മൂവ്മെന്റ് ഇങ്ങോട്ടല്ലേ. അപ്പൊ ബിയുടെ ഫ്രിക്ഷൻ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് ഉണ്ടാവുക, എയുടെ ഫ്രിക്ഷൻ റൈറ്റ് സൈഡിലോട്ടും. അപ്പം എഫ് വൈ ഈക്വൽ ടു മ്യൂ ആർ വൈ റൈറ്റ് സൈഡിലേക്ക്. ഇനി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി വരക്കുമ്പം വെയിറ്റ് എന്തായാലും താഴോട്ടുണ്ടാവും. ഇവിടുന്ന് ഒരു ഫോഴ്സും ഉണ്ട് പി. ഈ മേലത്തെ ഇതിന് ബോഡിക്ക് ഫോഴ്സ് ഉണ്ടാവില്ല, അപ്പം താഴത്തെ ബോഡിയിലെ ഫോഴ്സ് പി ആക്ട് ചെയ്യും. ആർ വൈ നോർമൽ റിയാക്ഷൻ ആർ വൈ ഉണ്ടാവും.
താഴോട്ട് ആക്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ RX താഴോട്ടുണ്ടാവും. പിന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് Fx ഈക്വൽ ടു മ്യൂ RX ലെഫ്റ്റിലേക്കും ഉണ്ടാവും. ഇത് ആംഗിളിൽ വരക്കുമ്പോൾ ഇത് ടച്ച് ചെയ്യുന്നുണ്ടേ, ഞാൻ വരച്ച് തെറ്റിപ്പോയതാ. ആംഗിളിൽ ഇൻക്ലൈൻഡ് സർഫസിൽ തീറ്റ ആംഗിളിൽ ഇപ്പൊ മ്യൂ 1/3 WA 30 ന്യൂട്ടണും WB 90 ന്യൂട്ടണും തന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ഫ്രീ ബോഡി ഡയഗ്രാം മാത്രമേ വരച്ചിട്ടുള്ളൂ, ഞാൻ സോൾവ് ചെയ്തിട്ടില്ലേ. നിങ്ങൾ വേണമെങ്കിൽ സോൾവ് ചെയ്ത് നോക്കി നോക്ക്. ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പം ഇപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ടല്ലേ, ഇൻക്ലൈൻഡ് ആയിട്ട് വരക്കുമ്പം ഇൻക്ലൈൻഡ് ആയിട്ട് വരക്കുകയാണ്. അപ്പം ഇതിന്റെ വെയിറ്റ് നേരെ താഴോട്ട് ആക്ട് ചെയ്യുക. നോർമൽ റിയാക്ഷൻ സർഫസ് ഇങ്ങനെയുണ്ട്, നോർമൽ റിയാക്ഷൻ എപ്പോഴും നോർമൽ ടു ദ സർഫസ്. നമ്മൾ ഇത് എക്സും വൈയും ഡയറക്ഷനിലല്ല റിസോൾവ് ചെയ്യുക. ഇൻക്ലൈൻഡ് പ്ലെയിൻ ആകുമ്പോൾ എക്സും വൈ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുമ്പോൾ കുറെ അധികം റിസോൾവ് ചെയ്യണം. അപ്പൊ നമ്മൾ നോർമൽ ടു ദ സർഫസും പെർപെൻഡിക്കുലർ ടു ദ സർഫസും ഇങ്ങനത്തെ രണ്ട് ആക്സിസിലാണ് റിസോൾവ് ചെയ്യാം. അപ്പം ഇത് W, അപ്പം ഇതായിരിക്കും തീറ്റ ഉണ്ടാവുക. ഇങ്ങനെ തീറ്റ വരികയാണെങ്കിൽ ഈ W നോർമൽ ടു ദ സർഫസിലും ആക്ട് ചെയ്യുമ്പോൾ ഇവിടെയാ തീറ്റ വരിക. അപ്പൊ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് W കോസ് തീറ്റ, ഈ താഴോട്ട് ആക്ട് ചെയ്യുന്നത് W സൈൻ തീറ്റ, താഴോട്ട് ആക്ട് ചെയ്യുന്ന W കോസ് തീറ്റ, W സൈൻ തീറ്റ, ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ T മേലോട്ട്. പിന്നെ ഇതിൽ നിന്ന് ഉണ്ടാവുന്ന നോർമൽ റിയാക്ഷൻ RY മേലോട്ട്, ഫ്രിക്ഷൻ താഴോട്ടാണ് ഉണ്ടാവുക FY. ഈ ബോഡിയിൽ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ബിയിൽ ഫ്രിക്ഷൻ മുകളിലോട്ടാണെങ്കിൽ എയിൽ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ താഴോട്ടുണ്ടാവുക. ഇപ്പം ഇങ്ങനെയല്ലേ, ഇവിടെ ഫോഴ്സ് ഇല്ല, പക്ഷെ മൂവ്മെന്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ലൈക്ക് ബി താഴോട്ടേക്കല്ലേ. അപ്പം ഇതിന്റെ ഫ്രിക്ഷനും സെയിം ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക, ഇതിന്റെ ബിയുടെ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും. അപ്പം ഫ്രിക്ഷൻ FY താഴോട്ട്, W കോസ് തീറ്റ T. ഇത് മാറ്റി വരക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണേ, ഞാൻ വേണമെങ്കിൽ മാറ്റി വരക്കാം. ഇതേപോലെ ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോൾ ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോൾ ഇതാണ് നമ്മൾ ഇതായിട്ട്, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വരച്ചതും ഇതിന്റെ മേലെ വരക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. സെയിം ഈ ആക്സിസിൽ കൂടി തന്നെ ഇത് പാസ് ആകുന്നത്. അപ്പം W കോസ് 30 താഴോട്ട് വരക്കാം. W cos 30 perpendicular to the plane, W cos 30, ഇത് W sin 30, ഇത് ഫ്രിക്ഷൻ Fx ഈക്വൽ ടു മ്യൂ RX, ബിയുടെ ഫ്രിക്ഷൻ മുകളിലോട്ട്. ഇത് നോർമൽ റിയാക്ഷൻ RX, അതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവുന്ന നോർമൽ റിയാക്ഷൻ. RY എന്ന് വെച്ചാൽ എയുടെയും ബിയുടെ ബിറ്റ്വീൻ ഉണ്ടാവുന്ന നോർമൽ റിയാക്ഷൻ. ഇവിടെ നോർമൽ റിയാക്ഷൻ RY, ഇവിടെ ഫ്രിക്ഷൻ ഇവിടെ FIയുടെ ഫ്രിക്ഷൻ, ഒരു മിനിറ്റ്, FIയുടെ ഫ്രിക്ഷൻ ഇവിടെ ആക്ട് ചെയ്യുന്നത്, അപ്പം ഇവിടെ ഇല്ലാന്ന്. ഓക്കെ, ഇങ്ങനത്തെ ബോഡി വരുമ്പോൾ ഇപ്പം WA ഞാൻ വാല്യൂസ് ചെയ്തെന്നുള്ളൂ, ഞാൻ പ്രോബ്ലം ആയിട്ട് സോൾവ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ജനറൽ കേസ് പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതി വെക്കുന്നേ ഉള്ളൂ. ഇതിന്റെ ഇക്വേഷൻ എഴുതി വെക്കാം, സോറി. ഇതിന്റെ ഇക്വേഷൻ എഴുതുമ്പം
ഇത് ബി. ഇതിന്റെ ഇക്വേഷൻ എഴുതുമ്പം സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. അപ്പം ഹൊറിസോണ്ടലിലുള്ളത് ടി ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ തീറ്റ പ്ലസ് എഫ് വൈ. അപ്പം സിഗ്മ വി ഇസ് ഈക്വൽ ടു 0, ആർ വൈ ഈക്വൽ ടു ഡബ്ല്യു കോസ് തീറ്റ. ഇത് സോൾവ് ചെയ്യുമ്പം ഏതാണോ കിട്ടാത്ത അത് ക്വസ്റ്റ്യനിൽ ഏതാണോ തരാത്തത് അതിന്റെ വാല്യൂ കിട്ടുവേ. ഇതിലും ഇതേപോലെ ഇക്വേഷൻ എഴുതി ചെയ്യണേ. ഇതിപ്പം ഞാൻ ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചേ. അപ്പം ടെൻഷൻ ടി മുകളിലോട്ട്, നോർമൽ റിയാക്ഷൻ ആറും മേലോട്ട്, ഇതിന്റെ വെയിറ്റ് W1 ആണെങ്കിൽ W1 സൈൻ 60 താഴോട്ട്, W1 കോസ് 60 ഇവിടേക്ക്, പിന്നെ ഫ്രിക്ഷനും മ്യൂ രണ്ടിന്റെ വാല്യൂ മ്യൂവിന് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ മ്യൂ 0.2, ഇവിടെ മ്യൂ 0.28 കൊടുത്തത്. അപ്പൊ മ്യൂയും മ്യൂ ബിയും ഇക്വേഷനിലിട്ട് സോൾവ് ചെയ്താൽ മതി. ഞാൻ എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടേക്ക് ടെൻഷൻ ഉണ്ട്, മേലോട്ടുള്ള ടെൻഷൻ. ഇതിന്റെ വെയിറ്റ് നേരെ താഴോട്ട് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡബ്ല്യു കോസ് 30 ഉണ്ടാവും. ഈ ആംഗിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ. അപ്പൊ ഡബ്ല്യു കോസ് 30, സോറി ഡബ്ല്യു സൈൻ 30. എപ്പോഴും എന്താ പറയണ്ടേ, ബോഡിന്റെ ഉള്ളിലേക്കായിരിക്കും കോസിന്റെ കമ്പോണന്റ് ആക്ട് ചെയ്യുന്നതും താഴോട്ട് വരുന്നത് സൈനിന്റെ കമ്പോണന്റ് ആയിരിക്കും എല്ലാ കേസിലും. അപ്പൊ ഡബ്ല്യു സൈൻ 30 ഇങ്ങോട്ട്, ഡബ്ല്യു കോസ് 30, ഇത് ഡബ്ല്യു നോർമൽ റിയാക്ഷൻ 6. അപ്പം മൊമെന്റിന്റെ അനുസരിച്ചിട്ട് ഫ്രിക്ഷൻ ഉണ്ടാവേ. ഇപ്പം ഏതിനാ വെയിറ്റ് കൂടുതലെന്ന് വെച്ചാൽ ഇപ്പം ഡബ്ല്യു എന് വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇത് താഴോട്ട് പോവും, ഇത് മേലോട്ടും പോവും. അപ്പം ഫ്രിക്ഷന് ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇതിന്റെ മേലോട്ട് പോകുന്നതുകൊണ്ടാണ് ഫ്രിക്ഷന്റെ ഡയറക്ഷൻ ഇതിന്റെ താഴോട്ടും ആയിരിക്കും. അപ്പം ഇപ്പം ഡബ്ല്യു എന് വെയിറ്റ് കൂടുതലാന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഞാൻ ഫ്രിക്ഷൻ ഇപ്പുറത്തെ സൈഡ് ഇങ്ങോട്ട് വരച്ചത്. കാരണം ബി മുകളിലോട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ ഇതിന്റെ ഫ്രിക്ഷൻ ഇതിന്റെ മൂവ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ ടെൻഷന്റെ അതേ ഡയറക്ഷനിൽ ഫ്രിക്ഷനും വരും. F is equal to mu r. ഇത് റിസോൾവ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒരേ സ്ട്രിങ് ആയതുകൊണ്ട് രണ്ടിന്റെയും ടെൻഷൻ സെയിം ആയിരിക്കും. അപ്പം ഇത് സോൾവ് ചെയ്യുമ്പം H is equal to 0 T is equal to W1 sin 60. W1 എന്ന് വെച്ചാൽ WB തന്നെ. ഇതിന്റെ വെയിറ്റ് ഇൻറ്റു സൈൻ 60 പ്ലസ് മ്യൂ ബി ആർ ബി. ആർ ബി എടുക്കണ്ട, ആറിന് എടുത്താൽ മതി. കാരണം നോർമൽ റിയാക്ഷൻ രണ്ടിനും സെയിം ആയിരിക്കും. കാരണം ഒറ്റ ബോഡിയിലല്ലോ, അപ്പൊ നോർമൽ റിയാക്ഷൻ സെയിം ആയിരിക്കും. ഇത് ഹൊറിസോണ്ടല് സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 എടുക്കുകയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു W1 കോസ് 60. അപ്പം വെയിറ്റ് തന്നിട്ടുണ്ടാവും, WB കോസ് 60 എടുക്കാം. വെയിറ്റ് തന്നിട്ടുണ്ടാവും കോസ് 60, അപ്പൊ 6 കിട്ടും. അപ്പൊ 6 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മ്യൂ മിക്കവാറും തന്നിട്ടുണ്ടാവും. യൂഷ്വലി ടെൻഷൻ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയാം, ടെൻഷൻ അല്ലെങ്കിൽ മ്യൂ. അപ്പം WB അറിയാം സൈൻ 60, മ്യൂ ബി തന്നിട്ടുണ്ടാവും, 6 ഈ ഇക്വേഷനിൽ കിട്ടി. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടി കിട്ടും. ഇനി ഈ ടി എടുത്തിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് കിട്ടും. ഇവിടെ എന്താ, ഇവിടെ ടി ഉണ്ട്, ഇവിടെ എഫ് ഉണ്ട്. അപ്പം ടി പ്ലസ് മ്യൂ ആർ ഈക്വൽ ടു WA
WA sin 30. T plus mu r equal to WA sin 30 എന്ന് വെച്ചാൽ ഇവിടെ സിഗ്മ എച്ചും സിഗ്മ വിയും അല്ല കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലൽ ടു ദ സർഫസ്. റിസോൾവ് ചെയ്തിട്ട് പാരലൽ ടു ദ സർഫസിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് 0. ഇത് പെർപെൻഡിക്കുലർ ടു സർഫസ്. പെർപെൻഡിക്കുലർ ടു സർഫസ് റിസൾട്ടന്റ് 0. അതെ, ഇതേപോലെ ഇത് പാരലൽ ടു സർഫസ്. ഇതിപ്പം മൂവ് ചെയ്യാത്ത കണ്ടീഷനിലാണ്. അല്ല, മൂവ് ചെയ്യുന്ന കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഇനർഷ്യൽ ഫോഴ്സും കൂടി വരിക. മൂവ് ചെയ്യാത്ത കണ്ടീഷനിലാണ് ഇപ്പൊ ഉള്ളത്. ഇത് കിട്ടി. ടി അറിയാം, മ്യൂ എ അറിയാം, റിയാക്ഷന് WA അറിയാം. അതേപോലെ തന്നെ ഇതിലും സോൾവ് ചെയ്താൽ മതി. പെർപെൻഡിക്കുലർ ടു ദ സർഫസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഇക്വേഷൻ എഴുതിയാൽ മതി. ഇത് ലാഡറിന്റെ കേസാണ്. ലാഡറിന്റെ കേസ് വരുമ്പോൾ വോള്, ഗ്രൗണ്ട്, ലാഡർ. ലാഡറിന്റെ വെയിറ്റ് W എന്ന് അസ്യൂം ചെയ്യും. വെയിറ്റ് W, ലെങ്ത് L. വെയിറ്റ് W, ലെങ്ത് L ആകുമ്പോൾ ഇതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് L/2 ഡിസ്റ്റൻസിൽ താഴോട്ടായിരിക്കും. L/2, L/2. ഇതിന്റെ റിയാക്ഷൻ, നോർമൽ റിയാക്ഷൻ വരുന്നത് ഈ വോളിന്ന് റിയാക്ഷൻ ഇങ്ങോട്ടുണ്ടാവും. കാരണം റിയാക്ഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് A, ഇത് B പേര് കൊടുക്കുകയാണെങ്കിൽ ഇത് VA, നോർമൽ റിയാക്ഷൻ. ഇനി ലാഡർ സ്ലിപ്പ് ആവുമ്പം പോവാനുള്ള ചാൻസ് എങ്ങനെട്ടാ? ഇവിടുന്ന് ഇങ്ങോട്ടും പോവും, ഇവിടുന്ന് താഴോട്ടും അല്ലേ പോവാ സ്ലിപ്പ് ആവുന്ന കേസിൽ. അപ്പം ഫ്രിക്ഷൻ സ്ലിപ്പ് ആവാണ്ടിരിക്കാൻ ഫ്രിക്ഷൻ മേലോട്ടാ ഉണ്ടാവുക. അത് FA എന്നെടുക്കാം. ഈക്വൽ ടു മ്യൂ RA. ഇത് RA കേട്ടോ. ഇത് നോർമൽ റിയാക്ഷൻ RA. F is equal to മ്യൂ RA. ഇപ്പൊ ഇത് സ്ലിപ്പ് ആവുന്നത് റൈറ്റ് സൈഡിലോട്ട് ആയതുകൊണ്ട് ഫ്രിക്ഷൻ വരിക ലെഫ്റ്റ് സൈഡിലേക്ക്. FB ഈക്വൽ ടു മ്യൂ RB. ഇതിന്റെ നോർമൽ റിയാക്ഷൻ RB മേലോട്ടും. ഇത് L/2 ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രാം വരിക. ഇനി ഇപ്പം ആംഗിൾസ് യൂഷ്വലി തന്നിട്ടുണ്ടാവും. ഒരാള് ഇത്ര ഡിസ്റ്റൻസ് മേലെ എന്നല്ലേ പറയാം ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ഇത് X ആയിട്ട് നമ്മൾ എടുക്കാം. അപ്പൊ അവിടുന്ന് ഇപ്പം 100 kg ഉള്ള ഒരു മാൻ ആണെങ്കിൽ 100 kg താഴോട്ട്. 100 കിലോഗ്രാം ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഫോഴ്സ് തന്നിട്ടുള്ള വെയിറ്റ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 9.81 ചെയ്യണേ. കാരണം നമ്മൾ ന്യൂട്ടണിലാണ് എടുക്കുന്നത്, മാസ് അല്ല എടുക്കുന്നത്. വെയിറ്റ് എടുക്കുമ്പോൾ ഇൻറ്റു 9.81 ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു. സിഗ്മ H is equal to 0. H is equal to 0 എന്ന് പറയുമ്പോൾ Hന്റെ റിയാക്ഷൻ ഏതാ? RBയും FAയും. തിരിച്ചിട്ടാണെങ്കിലും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റിയാക്ഷൻ ഇതും ഇവിടെയുള്ള നോർമൽ റിയാക്ഷനും ഇവിടെയുള്ള ഫ്രിക്ഷനും ആണേ. അപ്പം RA ഈക്വൽ ടു FB. സിഗ്മ H is equal to 0 എന്ന് പറയുമ്പോൾ RA ഈക്വൽ ടു FB എന്ന് വെച്ചാൽ മ്യൂ RB. അതൊരു ഇക്വേഷനായി. സിഗ്മ V is equal to 0. അപ്പം വെർട്ടിക്കൽ റിയാക്ഷനിൽ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, താഴോട്ട് ലാഡറിന്റെ വെയിറ്റ്. ഇത് ഹ്യൂമണോ മങ്കിയോ ക്വസ്റ്റ്യനനുസരിച്ചിട്ട് അതിന്റെ വെയിറ്റ്. ഇത് നോർമൽ റിയാക്ഷൻ RA. അപ്പം FB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂ RB പ്ലസ് RA ഇത്. അത് രണ്ടും മേലോട്ടായോണ്ട് അത് രണ്ടും ഒരുമിച്ച്. അല്ലെങ്കിൽ
മ്യൂ ആർ ബി പ്ലസ് ആർ എ മൈനസ് 300 മൈനസ് 750 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതിയാൽ മതിയേ. ഓക്കെ, ഇത് 300 കിലോ ന്യൂട്ടൺ ലാഡറിന്റെ വെയിറ്റ് ക്വസ്റ്റ്യൻ അനുസരിച്ച് 750 ന്യൂട്ടൺ ഉള്ളത് എക്സ് ഡിസ്റ്റൻസിലും ഉണ്ട്. അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ഞാൻ ഫുൾ സോൾവ് ചെയ്യുന്നില്ല. സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം മൊമെന്റ് അബൌട്ട് എ എടുക്കും നമ്മൾ. അപ്പം ഇത് ക്ലോക്ക് വൈസ് അല്ല ഒരു സൈഡ്, ആന്റി ക്ലോക്ക് വൈസ് ഒക്കെ ഒരു സൈഡും. മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പം ആറേ വരൂല, 750 ഇത് 750 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണ്. കാരണം ഇതല്ലേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിപ്പോ എ എഫ് എന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റൻസ് ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ 750 ഇൻറ്റു നെയിം ചെയ്തിട്ട് എ എഫ് ആണെങ്കിൽ 750 ഇൻറ്റു എ എഫ് ആണ് ഇപ്പം ആന്റി ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യുന്നത്. അടുത്ത ഫോഴ്സ് 300. എ എഫും ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇത് ഡി ആണെങ്കിൽ 300 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി എ. ലാഡറിന്റെ വെയിറ്റ് ഹ്യൂമന്റെ വെയിറ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ എത്തുമ്പം ആർ ബി ആക്ട് ചെയ്യുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത് ഇതാണ് ഞാനിപ്പം ജസ്റ്റ് എ ഒ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തത്. ഇത് ഒ ആണെങ്കിൽ എ ഇതായിരിക്കും അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പം ആർ ബി ഇൻറ്റു എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യുന്നത്. ഈ ഫോഴ്സ് എഫ് ബി ഫ്രിക്ഷന്റെ ഫോഴ്സും ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യുന്നത്. ഇത് രണ്ടും ആന്റി ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ആലോചിച്ചൊക്കെ കിട്ടും. ആർ ബി ഇൻറ്റു എ ഒ പ്ലസ് എഫ് ബി, ഇത് എഫ് ബി ഇൻറ്റു ബി ഒ. ഈ ഡിസ്റ്റൻസ് ഇതാണ് ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എഫ് ബിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത് അത് തന്നെയാണ് ഇതും. ഞാൻ പേര് കൊടുക്കുമ്പോൾ ബി ഒ എന്ന് അവിടെ കൊടുത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ ഓ ഇവിടെ ആർ ബി ഇൻറ്റു ഒ എ ഈക്വൽ ടു എഫ് ബി ഇൻറ്റു ഒ എ. ഇവിടെ ആർ ബി ഇൻറ്റു ഒ ബി. അത് നിങ്ങൾ ഇതാക്കുന്ന അനുസരിച്ച് ഈ എ എഫും ഡി എയും ഒ ബിയും ഒ ഒക്കെ കണ്ടുപിടിക്കാൻ ട്രയാങ്കിൾ തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം ട്രയാങ്കിളിൽ നിന്ന് ആംഗിൾ വെച്ചിട്ട് എടുക്കാം. ഈ തന്ന ക്വസ്റ്റ്യനിൽ ഇവിടെ 30 ഇവിടെ 60 അപ്പം ഇങ്ങനെ വരുമ്പം പി ഡി എഫ്. അപ്പം കോസ് 60 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എഫ് ബൈ എക്സ് ഡിസ്റ്റൻസിലാണ് ഈ മാൻ നിൽക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എ എഫ് കണ്ടുപിടിക്കാം, എ എഫ് ബൈ എക്സ്. അതേപോലെ തന്നെ ട്രയാങ്കിളിന്റെ ഇത് വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ് ഡി എഫും കണ്ടുപിടിക്കാം, ഇതും കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ എന്ന് വെച്ചാൽ എല്ല ലാഡറിന്റെ ലെങ്ത് എല്, ഇതെന്ന് വെച്ചാൽ എൽ ബൈ 2 ലാഡറിന്റെ പകുതി ലെങ്ത്. ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പം ഡി എഫ് ക്രോസ് 60 ഈക്വൽ ടു ഡി എ ബൈ ഇത് ഡി എ ബൈ എൽ ബൈ 2. അപ്പൊ ഡി എ കിട്ടും. കോസ് 60 എന്ന് വെച്ചാൽ ഒ എ ബൈ എൽ, അപ്പൊ എല്ലും കിട്ടും.
അതേപോലെ ഒബിയും കിട്ടും. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് മോഡ്യൂളിലല്ല, സെക്കൻഡ് മോഡ്യൂളിൽ ഉള്ളത് സെൻട്രോയിഡ് കണ്ടുപിടിക്കാനും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനും. അതില് ഇത് അത്യാവശ്യം ഇതിന്റെ കുഴപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വാല്യൂസ് വരുമ്പോൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. അത് മാത്രമേ കുഴപ്പമുള്ളൂ. അല്ലാണ്ട് ബാക്കി ഭയങ്കര സിമ്പിൾ സാധനം. ഇതിപ്പോ സെൻട്രോയിഡ് കണ്ടുപിടിക്കാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ്. അപ്പം സിമെട്രിക്കൽ ഫിഗേഴ്സ് ആണെങ്കിൽ സെൻട്രോയിഡ് എന്തായാലും ജോമെട്രിക്കൽ ഇതിലായിരിക്കും ഉണ്ടാവുക. സെൻട്രോയിഡ് എന്താണ്? ഇതിന്റെ മ്യൂ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു നോർമൽ റിയാക്ഷൻ ആണ്. നിങ്ങളുടെ സിലബസിൽ ഫ്രിക്ഷൻ എന്താന്നുണ്ട്, ഫ്രിക്ഷന്റെ ലോസും ഉണ്ട്. അത് ഞാൻ ഇവിടെ എവിടെയോ ഒരു മിനിറ്റ്, ഫ്രിക്ഷന്റെ ലോസ് ഞാൻ എഴുതിയിട്ടില്ലാന്ന് തോന്നുന്നു. അത് തിയറി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ChatGPT-യിലായിട്ട് അടിച്ചു കൊടുത്താൽ വരെ കിട്ടും. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ല, എഴുതിയിട്ടുണ്ട് ലോസ്. മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ക്യാൻ ആക്ട് ബിഫോർ ദ മോഷൻ സ്റ്റാർട്ട്സ് ഇസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പം മോഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ n. Limiting friction independent of area of contact ആണ്, provided the normal reaction remains same. Frictional force depends on the nature and condition of in contact. ഇതൊക്കെയാണ് മറ്റേ ഇത് മുതലാണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂസ് വെച്ചാൽ എഫ് മാക്സ് ബൈ n. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ ദ റിസൾട്ടന്റ് റിയാക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ. tan phi equal to mu. സെൻട്രോയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the point at which the entire area is assumed to be concentrated. Moment of inertia, measure of its resistance to bending or rotation. അപ്പം റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുമ്പം അത് എത്രത്തോളം അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് ഫ്രിക്ഷൻ. അത് ഇതുപോലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. പാരലൽ ആക്സിസ് തിയറം ഉണ്ട്, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഞാൻ എടുത്തിട്ടില്ല അല്ലെ. പാരലൽ ആക്സിസ് തിയറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I is equal to IG plus AD square. പാരലൽ ആക്സിസ് തിയറം ജസ്റ്റ് എന്ന് പറയാം. പാരലൽ ആക്സിസ് തിയറം എന്ന് വെച്ചാൽ ഇപ്പം ഇത് സെൻട്രോയിഡൽ ആക്സിസ് IG എന്നൊക്കെ. അപ്പൊ ഇത്രയും ഇവിടെ ഉള്ള ഒരു ആക്സിസിന്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IG പ്ലസ് AH സ്ക്വയർ ആയിരിക്കും. H എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് H, ഏരിയ എന്ന് വെച്ചാൽ ഇത് രണ്ടും തമ്മിലുള്ള ഏരിയ ആണ് A. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഞാൻ പറയാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം സെൻട്രോയിഡ് കണ്ടുപിടിക്കണം, എന്നിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. അപ്പം ഇതിന്റെ എൽ ഷേപ്ഡ് ബോഡി 250 ലെങ്ത്, 125, 20, 20, ഇത് 250 മൈനസ് 20, 230. അപ്പൊ സെൻട്രോയിഡിൽ ഇത് കണ്ടുപിടിക്കുമ്പോൾ എക്സ് ബാറിന്റെ ഫോർമുല A1 x1 പ്ലസ് A2 x2 ബൈ A1 പ്ലസ് A2 ആണ്. അപ്പം A1 എന്ന് വെച്ചാൽ ഇത് ഇപ്പൊ നമ്മൾ ബോഡി ഡിവൈഡ് ചെയ്യുന്നു രണ്ടായിട്ട്. അത് നമുക്ക് അറിയുന്ന ഇതിന്റെ റെക്ടാങ്കിളും സർക്കിളും ഒക്കെയാണ് നമുക്ക് അറിയുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ബോഡീനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഇതിന്റെ ഏരിയ ഇൻറ്റു x1 നമ്മൾ എസ്യൂം ചെയ്യുന്നത് ഇത് x ആക്സിസും ഇത് y ആക്സിസും ആയിട്ടാണ്. അപ്പം A1 230 ഇൻറ്റു 20 ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ഇൻറ്റു 10. 10 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് 10. x ആക്സിസിൽ കിട്ടുന്ന ഡിസ്റ്റൻസ്.
അപ്പം y ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് x1, പക്ഷെ x ആക്സിസിലെ കിട്ടുക വാല്യൂ. അപ്പം അത് y ആക്സിസിൽ നിന്നുള്ളത് കൺഫ്യൂഷൻ ആവണ്ട. x എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x ആക്സിസിലെ കിട്ടുക. ഇതാണ് 10. a1 x1 പ്ലസ് a2 x2. a2 എന്ന് വെച്ചാൽ 125, ഇത് ഫുൾ 125 ഇൻറ്റു 20 പ്ലസ് ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ആക്സിസിൽ കിട്ടുന്ന വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ആക്സിസിലെ കിട്ടുക. അപ്പം 125ന്റെ പകുതി 62.5 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 ടോട്ടൽ ഏരിയ 230 ഇൻറ്റു 20 പ്ലസ് 125 ഇൻറ്റു 20. അതാണ് ഇത്. അപ്പൊ എക്സ് ബാറിന്റെ വാല്യൂ കിട്ടും. വൈ ബാർ ഇതേപോലെ a1 y1 പ്ലസ് a2 y2 ബൈ a1 പ്ലസ് a2. a1 അറിയാം 230 ഇൻറ്റു 20 4600 ഇൻറ്റു 135. 135 എന്ന് വെച്ചാൽ ഈ 230യുടെ പകുതി എടുക്കണം. 250യുടെ പകുതി നേരെ എടുത്താൽ പറ്റൂല, കാരണം ഈ രണ്ട് ബോഡി ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം 230യുടെ പകുതി 115 പ്ലസ് 20, അപ്പം 135 എടുക്കും. അല്ലാണ്ട് 250യുടെ പകുതി 125 എടുക്കുന്നത് തെറ്റാണ്. 230യുടെ പകുതി എടുക്കും, കാരണം ഇവിടെ ഇതിന്റെ ഇത് സെൻട്രോയിഡിന്റെ ഇത് വരിക 115 പ്ലസ് 20 135 പ്ലസ് 2500 ഇത് ഇൻറ്റു 10. ഇത്ര ഡിസ്റ്റൻസ് വൈ ആക്സിസിൽ നിന്ന് കിട്ടുന്ന ഇത് ഒറിജിൻ ആണ്. ഡിസ്റ്റൻസ് പ്ലസ് a1 പ്ലസ് a2 വൈ ബാർ കിട്ടി. ഐ എക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ഡി ക്യൂബ് ബൈ 12 പ്ലസ് ഇത് വെച്ചാൽ ഐ ജി. സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് ഐ ജി. അത് റെക്ടാങ്കിളിൽ ബി ഡി ക്യൂബ് ബൈ 12 അല്ലെങ്കിൽ ഡി ബി ക്യൂബ് ബൈ 12. ബാക്കി എല്ലാത്തിനും അതിൻ്റെ വാല്യൂ ഉണ്ട്. സർക്കിളിന് പൈ ഡി റേസ് ടു 4 ബൈ 64. പിന്നെ ഏതാ ഇതിന്റെ ഇത് ഞാൻ ഇടാം. ട്രയാങ്കിളിന് ബി എച്ച് ക്യൂബ് ബൈ 36. അതിന്റെ വാല്യൂസ് ബൈഹാർട്ടാക്കി പോണേ, ഈ ഫോർമുല ബൈഹാർട്ടാക്കി പോണേ. ബി ഡി ക്യൂബ് ബൈ 12 പ്ലസ് എ ഇൻറ്റു വൈ ബാർ മൈനസ് y1 ഹോൾ സ്ക്വയർ. വൈ ബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രോയിഡ് മൈനസ് ഈ ടോട്ടൽ ഫിഗറിന്റെ സെൻട്രോയിഡ് മൈനസ് y1. ഏതാ ഈ ഫസ്റ്റ് ഫിഗറിന്റെ സെൻട്രോയിഡ്. ഈ ടോട്ടൽ ഫിഗറിന്റെ സെൻട്രോയിഡ് ഇവിടെ വരികയാണെങ്കിൽ ഇതിന്റെ സെൻട്രോയിഡ് ഇവിടെ വരുന്ന ടോട്ടൽ ഫിഗറിന്റെ സെൻട്രോയിഡ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതാണ് ഇവിടുത്തെ h ആയിട്ട് വരുന്നത്. എച്ച് സ്ക്വയർ എന്നല്ലേ. അപ്പം ഐ എക്സസ് എടുക്കുമ്പം വൈ ബാറും y1 y2 ആണ് എടുക്കുക. ഇപ്പൊ y1 എടുക്കുകയാണെങ്കിൽ ബി ഡി ക്യൂബ് ബൈ 12 പ്ലസ് എ എക്സ് ബാർ മൈനസ് x1 ഹോൾ സ്ക്വയർ. y2 എടുക്കുകയാണെങ്കിൽ ഡി ബി ക്യൂബ് ബൈ 12 ഇൻറ്റു ഡി ബി പ്ലസ് എ ഇൻറ്റു എക്സ് ബാർ മൈനസ് x2 ഹോൾ സ്ക്വയർ. ബി ഡി ക്യൂബ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫിഗർ വരുമ്പം ഈ ഫസ്റ്റ് ബോഡിയുടെ ഇതിന്റെ ആക്സിസ് എന്ന് വെച്ചാൽ ഇങ്ങനെ വരിക. എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഐ എക്സ് എക്സ്, ഐ എക്സ് എക്സ്, ഇത് ഐ വൈ വൈ. ഐ എക്സ് എക്സ് 1ഉം ഐ വൈ വൈ 1ഉം. അപ്പം എക്സ് എക്സ് കൺസിഡർ ചെയ്യുമ്പം ഈ ആക്സിസിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതിനാണ് ക്യൂബ് വരിക എപ്പോഴും. അപ്പൊ അത് ആലോചിച്ച് നോക്കാൻ സുഖമായോണ്ട് ഇത് ബി, ഇത് ഡി. ഈ ബി ഡി ക്യൂബും ഡി ബി ക്യൂബും ഏത് ബി ഏത് ഡി എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ഐ വൈ വൈ എടുക്കുകയാണെങ്കിൽ ഈ ആക്സിസിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതായിരിക്കും ക്യൂബ് വരിക. അപ്പം
y കൺസിഡർ ആണെങ്കിൽ ഇത് ബി ഇത് ഡി, എന്നിട്ട് എപ്പോഴും ബി ഡി ക്യൂബ് ബൈ 12 തന്നെ എടുത്താൽ മതി. ബിന്റെയും ഡിയുടെയും വാല്യൂ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ബി ഏതാ ഡി ഏതാന്ന് കൺഫ്യൂഷൻ ആവാണ്ടി, അഥവാ ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ തന്നെ എടുത്താൽ മതി. വൈ ബാർ സെൻട്രോയിഡ് നമ്മൾ കണ്ടുപിടിച്ചത് y1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ y1 എന്ന് വെച്ചാൽ 135 നമ്മൾ ഇക്വേഷനിൽ ഇട്ടിട്ടില്ലേ. a1 y1 ഇട്ട് 135, ഈ y ബാർ മൈനസ് y1 ixx1 ഇടാൻ y ബാർ മൈനസ് y1ഉം ixx2 ഇടാൻ y ബാർ മൈനസ് y2, ixx2 y ബാർ മൈനസ് y2 ഹോൾ സ്ക്വയർ ഇൻറ്റു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇതിന്റെ ഏരിയ 2 ഇതിന്റെ ഏരിയ. അതേപോലെ iy1ഉം ixxഉം iyയും കിട്ടി. ഇത് തേർഡ് മൊഡ്യൂളിലെ ഇതാണ്. അപ്പം യൂഷ്വലി വരുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ സ്റ്റോൺ ഡ്രോപ്ഡ് ഇൻ വെല്ല് അതിന്റെ ടൈം കണ്ടുപിടിക്കാൻ, ടവറിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴുള്ള ടൈം കണ്ടുപിടിക്കാൻ, പിന്നെ ബോഡീസ്, മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്, മോഷൻ ഓൺ ഹൊറിസോണ്ടൽ ആൻഡ് ഇൻക്ലൈൻഡ് സർഫസസ്. സ്റ്റോൺ ഡ്രോപ്ഡ് ഇൻ വെൽ എന്ന് പറഞ്ഞ പ്രോബ്ലം വരുമ്പം യൂഷ്വലി ഈ വി തന്നിട്ടുണ്ടാവും. വി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് തന്നിട്ടുണ്ടാവും, ടോട്ടൽ ടൈമും തന്നിട്ടുണ്ടാവും. അപ്പം ഇത്ര ടൈമിനുള്ളിൽ ശബ്ദം കേട്ടു. അപ്പം നമുക്ക് ഈ T1ഉം T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ T1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വെള്ളത്തിന്റെ വാട്ടർ ലെവലിൽ എത്തേണ്ട വരെയുള്ള ഇതും, ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്തേണ്ട ടൈം T1ഉം, അത് തിരിച്ച് നമുക്ക് മേലെ കേൾക്കേണ്ട ടൈം T2ഉം. T1 പ്ലസ് T2 ആണ് നമുക്ക് ടൈം ആയിട്ട് തന്നിട്ടുണ്ടാവുക. അപ്പൊ പ്രോബ്ലം ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, ഈ രണ്ട് ഇക്വേഷൻ നമുക്കറിയാലോ ഡിസ്പ്ലേസ്മെന്റിന്റെ, s=ut പ്ലസ് ഹാഫ് at സ്ക്വയറും അറിയാം, ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയാം. അപ്പൊ ഈ രണ്ട് ഫോർമുല ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടേ. അപ്പം സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ടായതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി u0 ആയിരിക്കും. അപ്പം ഹാഫ് ഇൻറ്റു at സ്ക്വയർ, എ ഇവിടെ ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ടൈം T1ഉം. ഈ ഇക്വേഷനിൽ വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്, അത് ഇൻറ്റു ടൈം T2. അപ്പം ഹാഫ് ഇൻറ്റു ജിയുടെ വാല്യൂ 9.81 ഇൻറ്റു T1 സ്ക്വയർ ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സൗണ്ട്, അത് യൂഷ്വലി 320 സംതിങ് ആണ്, ഇൻറ്റു T2. T1 പ്ലസ് T2 ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ 2 സെക്കൻഡ്സ് തന്നിട്ടുള്ള ഗിവൺ ടൈം T1 പ്ലസ് T2 2. അപ്പം T1 ഈക്വൽ ടു 2 മൈനസ് T2 എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു T1 എന്ന് വെച്ചാൽ 2 മൈനസ് T2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 320 T2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല കിട്ടും. അപ്പൊ T1ഉം കിട്ടും T2ഉം കിട്ടും. ഈ ക്വസ്റ്റ്യൻ അത്രേ ചെയ്യാനുള്ളൂ. ടവർന്ന് ക്വസ്റ്റ്യൻ, ഇതൊരു 60 മീറ്റർ എന്നുള്ള ടവറാണേ. ഇതിന്റെ ടോപ്പിൽ നിന്ന് ഒരു ബോൾ എറിഞ്ഞു, ബോളോ സ്റ്റോൺ എന്തോ എറിഞ്ഞു. അതേ സമയത്ത് തന്നെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളും ഒരു സ്റ്റോൺ മേലോട്ട് എറിഞ്ഞു. ഈ ടോപ്പിൽ നിൽക്കുന്ന ബോൾ എറിയുമ്പോൾ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവില്ല, കാരണം ഫ്രീ ഫോൾ അല്ലേ. ഈ ത്രോയിങ് വിത്ത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ യു എടുക്കണ്ടു. ഇവിടെ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ u0 ആയിരിക്കും, കാരണം ഫ്രീ ഫോൾ ആയതുകൊണ്ട് വെലോസിറ്റി ഉണ്ടാവില്ല. അപ്പം ഇത് ഇവിടുന്ന് താഴോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എസ് എ ആയിട്ടും, എസ് എന്ന് വെച്ചാൽ എക്സ് തന്നെയാണ്, ഈക്വൽ ടു എക്സ്, 60 മൈനസ് എക്സ് എന്ന് വെച്ചാൽ എസ് ബി, അത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ 60 മൈനസ് എക്സ് നേരെ എടുക്കാം. എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. എസ് ഈക്വൽ ടു ഹാഫ് at സ്ക്വയർ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ u0.
അപ്പൊ ഇത് പോയി, ഈ ടേം പോയി. ഹാഫ് ഇൻറ്റു താഴോട്ടായതുകൊണ്ട് ആക്സിലറേഷൻ പോസിറ്റീവ്, ഇപ്പൊ മേലോട്ടാണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു ടി സ്ക്വയർ. ടി അറിയില്ല, ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഇപ്പൊ എസ് ബി താഴ്ന്ന് മേലോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത്. 60 മൈനസ് എക്സ് ഈക്വൽ ടു, ഇവിടുന്ന് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 30 മീറ്റർ പെർ സെക്കൻഡോ കിലോമീറ്റർ 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 30 ഇൻറ്റു ടി ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സ്റ്റോൺ ക്രോസ് ചെയ്യുന്നത് ഏത് സ്ഥലത്ത്, ഏത് പോയിന്റിലും ഏത് സമയത്തൊന്നും ക്വസ്റ്റ്യൻ. ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സ്റ്റോണും മേലെന്ന് എറിയുന്ന സ്റ്റോണും ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യും, അത് ഏത് സ്ഥലത്ത് എത്ര സമയത്ത് എന്ന ക്വസ്റ്റ്യൻ. അപ്പം 30 ഇൻറ്റു ടി, 30 ഇനീഷ്യൽ വെലോസിറ്റി യു നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ. ഇവിടുന്ന് ഈ സ്റ്റോൺ മേലോട്ട് എറിയുന്നെങ്കിൽ മേലോട്ടാണ് എറിയുന്നത്, അപ്പം ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്ന താഴോട്ടാ ജി. അപ്പം മൈനസ് ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു ടി സ്ക്വയർ. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ അല്ല, ഇത് ഇക്വേറ്റ് ഇല്ല. ഇവിടെ 60 മൈനസ് എക്സിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 60 മൈനസ് ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു ടി സ്ക്വയർ ഈക്വൽ ടു 30t മൈനസ് 9.8, സെയിം ടേം. ഈ ടേമും ക്യാൻസൽ ആയി. 60 ഈക്വൽ ടു 30t, ടി ഈക്വൽ ടു 2 സെക്കൻഡ് എന്ന് കിട്ടും. ഇതേപോലെ ടവറിന്റെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എക്സിന്റെ ഫോർമുല അറിയാലോ, ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു ടി സ്ക്വയർ. ഹാഫ് ഇൻറ്റു 9.81 ടൈം 2ന്റെ സ്ക്വയർ. ഇതാണ് വാല്യൂ 19.62 മീറ്റർ ആണ്. ഇത് ഫ്രം ടോപ്പാണ്, കാരണം എക്സ് നമ്മൾ ടോപ്പ് എന്നല്ല എടുത്തത്. ഇപ്പം ഇവിടെ എക്സും ഇവിടെ 60 മൈനസ് എക്സും എടുക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താ പറയണ്ടേ, എക്സ് എന്താ ഡൈനാമിക്സാ. നേരത്തെ നമ്മൾ സ്റ്റാറ്റിക്സ് റെസ്റ്റിലുള്ള ബോഡിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിച്ചത്. അപ്പൊ അതില് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മളൊരു ഇനർഷ്യൽ ഫോഴ്സ് കൊടുക്കും. അതിന്റെ ഡെഫിനേഷൻ പഠിച്ചത്, അത് ഞാൻ എഴുതിയിട്ടില്ല. ഡിയലംബേർട്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇവിടെ മോഷനിലായതുകൊണ്ട് ഇവിടെ എം എന്ന് പറഞ്ഞൊരു ഇനർഷ്യൽ ഫോഴ്സും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെയാണ് ലിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ലിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം വരികയാണെങ്കിൽ സെയിം നമ്മൾ ചെയ്ത് തന്നെ, പക്ഷെ അതിൽ റിസോൾവ് ചെയ്യുമ്പോൾ എം എന്ന് പറഞ്ഞ ഫോഴ്സും കൂടി ആഡ് ചെയ്യാൻ ഓർത്താൽ മതി. പെർപെൻഡിക്കുലർ ടു ബോഡി എന്ന് പറയുമ്പോൾ 6 നോർമൽ ഫോഴ്സ് നമ്മൾ ചെയ്യാൻ പഠിച്ചു. താഴോട്ട് ഡബ്ല്യു കോസ് 30, ഇങ്ങോട്ട് ഡബ്ല്യു സൈൻ 30 ഉണ്ട്, ഇങ്ങോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ആർ ഉണ്ട്. എം എ താഴോട്ടുണ്ടാവും, കാരണം ബോഡി ഇൻക്ലൈൻഡ് സർഫസിൽ മൂവ്മെന്റ് ചെയ്യുന്ന താഴോട്ടായിരിക്കുമല്ലോ പോവുക, മേലോട്ട് പോവില്ലല്ലോ. അൺലെസ് റൈറ്റ് സൈഡിലോട്ട് ഫോഴ്സ് ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ പോകൂ, ഇല്ലെങ്കിൽ താഴോട്ടാണല്ലോ പോവുക. അപ്പം എം എ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും. അപ്പൊ പെർപെൻഡിക്കുലറിൽ ആർ ഇസ് ഈക്വൽ ടു ഡബ്ല്യു 50 കിലോ ന്യൂട്ടൺ ഉണ്ട്, 50 കിലോഗ്രാം ഉണ്ട്. അപ്പൊ അത് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 50 ഇൻറ്റു 9.81 ന്യൂട്ടൺ ആയി. 50 ഇൻറ്റു 9.81 ഇൻറ്റു കോസ് 30, ഡബ്ല്യു കോസ് 30, 6 കിട്ടി. ഇത് സോൾവ് ചെയ്താൽ പാരലൽ ടു ബോഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്. അപ്പം ഡബ്ല്യു സൈൻ 30 എന്ന് വെച്ചാൽ 50 ഇൻറ്റു 9.81 ഇൻറ്റു സൈൻ 30 പ്ലസ് 50A മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ 50 ഇൻറ്റു 9.81 വേണ്ട കേട്ടോ, ഇത് വെയിറ്റ് അല്ല, ഇവിടെ മാസ് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് വെയിറ്റ് വരുന്നത്. അപ്പൊ മാസ് എന്ന് വെച്ചാൽ 50 ഉള്ളൂ. നിങ്ങൾക്ക് തന്ന വാല്യൂ ഇപ്പം 50 ന്യൂട്ടണാ തന്നെങ്കിൽ മാസ് എടുക്കുമ്പോൾ 50 ബൈ 9.81 ഇൻറ്റു സൈൻ 30 എടുക്കണേ. ഇതിലിപ്പം കിലോഗ്രാമിൽ തന്നുകൊണ്ട് ഇൻറ്റു 9.81 എടുക്കണം പ്ലസ് 50A.
താഴോട്ടുള്ളത്. ഇങ്ങോട്ട് മ്യൂ ആർ ഫ്രിക്ഷണൽ ഫോഴ്സ്. മ്യൂ ഇവിടെ 0.4 തന്നിട്ടുണ്ട്, 0.4 ആർ കിട്ടി. ഈ ആർ ഇവിടുന്ന് കിട്ടുമ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ കിട്ടും. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇനി ഇങ്ങനത്തെ ബോഡി ആണെങ്കിൽ ടേബിളിന്റെ മേലെ ഇവിടെ പുള്ളി, രണ്ട് ബോഡി താഴോട്ടായിരിക്കും ഉണ്ടാവുക. താഴോട്ടായിരിക്കും മൂവ്മെന്റ് ഉണ്ടാവുക. ഇവിടെ ഇപ്പം തൊടുന്നില്ല. ഇവിടെ അഥവാ തൊടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക. അതുകൂടി നോക്കണം. ഇപ്പം ഈ ബോഡിയിൽ തൊടുന്നില്ല. ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ വരക്കുകയാണെങ്കിൽ താഴോട്ട് ഇത് 50 കിലോഗ്രാം, 50 ഇൻറ്റു 9.81 ന്യൂട്ടൺ ഡബ്ല്യു താഴോട്ട്. നോർമൽ റിയാക്ഷൻ ആർ ഇവിടെ വേറെ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ആർ ഈക്വൽ ടു 50 ഇൻറ്റു 9.81. ടെൻഷൻ ടി ഇങ്ങോട്ട്, ഇതിന് മേലോട്ടും ഇതിന് റൈറ്റ് സൈഡിലോട്ടും. അതേപോലെ ഫ്രിക്ഷൻ ഇങ്ങോട്ടുണ്ടാവും. മൂവ്മെന്റ് ഇങ്ങോട്ടായിട്ട് ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇനർഷ്യൽ ഫോഴ്സ് എം എ റൈറ്റ് സൈഡിലോട്ട്. അപ്പം ആർ ഇസ് ഈക്വൽ ടു 15/8 ടി ഇസ് ഈക്വൽ ടു മ്യൂ ടി പ്ലസ് എം എ ഇസ് ഈക്വൽ ടു മ്യൂ ആർ. അപ്പൊ ടി തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ എം 50 അപ്പൊ 50 ഈക്വൽ ടു മ്യൂ ആർ. മ്യൂ തന്നിട്ടുണ്ടാവും, ആർ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏതാണോ വേണ്ടത് അത് കണ്ടുപിടിക്കാം. ഇപ്പം ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് പി വരക്കുകയാണെങ്കിൽ ഇതിന്റെ വെയിറ്റ് 60 കിലോഗ്രാം. അപ്പം 60 ഇൻറ്റു 9.81 ഈക്വൽ ടു ടെൻഷൻ. അത് മാത്രമേ ഫോഴ്സ് ഉള്ളൂ. അപ്പൊ ടി ഈക്വൽ ടു 60 ഇൻറ്റു 9.81. ഒരു മിനിറ്റ്. പ്ലസ് എം എ. ഇവിടെ എം 60. ഒരു മിനിറ്റ്. ഇവിടെ A1ഉം MA1 M2 A2 M1 A1 വേണോന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കിയിട്ട് നോക്കാം. ഇതെനിക്ക് ഉറപ്പില്ല, ജസ്റ്റ് ഒന്ന് നോക്കേണ്ടി വരുവേ. A1ഉം A2 ഡിഫറെന്റ് ആണോന്ന് എനിക്ക് ഉറപ്പില്ല. ഇപ്പൊ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ജസ്റ്റ് ഒന്ന് ഇനി തേർഡ് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂളും പ്രോബ്ലംസ് അത്ര അധികമൊന്നും ഇല്ല. എല്ലാം അത്യാവശ്യം സിമ്പിൾ പ്രോബ്ലം, പണ്ട് ചെയ്ത ടൈപ്പ് പ്രോബ്ലം തന്നെയാ. ഇതില് പ്രൊജക്ടൈൽ മോഷന്റെ പ്രോബ്ലം വരും. പിന്നെ ജസ്റ്റ് ഒരു 3 സിനാറിയോ ആയിട്ട് പറയാം. ഒരു സ്റ്റോണ് ത്രോൺ അപ്പ്, ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾ യു വെലോസിറ്റി വെച്ചിട്ട് മേലോട്ട് എറിയുന്നു. അപ്പം ഇതിന്റെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ആക്സിലറേഷൻ -g -9.81 ആയിരിക്കും. കാരണം മേലോട്ട് എറിയുന്നു, ജി ആക്ട് ചെയ്യുന്നത് താഴോട്ടുമാണ്. ആക്സിലറേഷൻ താഴോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പം ജസ്റ്റ് ഈ ഫോർമുല എങ്ങനെയാ വരുന്നതെന്ന് നോക്കി വെച്ചാൽ മതി. നേരെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പ്രോബ്ലം മാത്രമേ വരൂ. എച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ്, ഇവിടുന്ന് ത്രോ ചെയ്ത മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ്. ഇതിന്റെ ഡെറിവേഷൻ വരുമെന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഡെറിവേഷൻ സിമ്പിളാ, നോക്കി വെച്ചാൽ ഈ ഇക്വേഷൻ ഒന്നും മറക്കൂല. അപ്പം V0 എന്ന് നമുക്കറിയാം. യു ഗീവൺ ആയിരിക്കും, എ എന്താ -g ആണ്. അപ്പൊ എച്ച് എന്ന് വെച്ചാൽ ഇതിപ്പുറത്തോട്ട് പോയാൽ u² - 2g. u² ഈക്വൽ ടു 2gh, h is equal to u² / 2g. ഇത് മേലോട്ട് എറിയുന്ന കേസിൽ അതിന്റെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ മേലോട്ട് പോയി തിരിച്ചു വരാനുള്ള ടൈം. ഇത് ടി ആണെങ്കിൽ t+t 2t ആയിരിക്കും ടൈം ഓഫ് ഫ്ലൈറ്റ്. v is equal to u + at എന്ന് പറഞ്ഞ ഫോർമുല അറിയാം. അപ്പോ V0 ആണ് ഇതില്.
V0 ആകുമ്പോൾ യു മൈനസ് ജി ടി, മേലോട്ട് എറിയുമ്പം ജി മൈനസ് ആയിരിക്കും. യു ഈക്വൽ ടു ജി ടി, ടി ഈക്വൽ ടു യു ബൈ ജി. ടി ഈക്വൽ ടു യു ബൈ ജി എന്ന് വെച്ചാൽ മേലോട്ട് പോകേണ്ട മാത്രം ടൈം, അല്ലെങ്കിൽ താഴോട്ട് വരേണ്ട മാത്രം ടൈം. രണ്ടിന്റെയും കൂടി ആഡ് ചെയ്യുമ്പോൾ ടു യു ബൈ ജി. ആറ് ഇതിന്റെ 0 ആയിരിക്കും, കാരണം മേലോട്ട് എറിയുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ എറിയുമ്പോൾ ഇതാണല്ലോ റേഞ്ച്, അപ്പം നേരെ മേലോട്ട് എറിയുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല, അപ്പൊ 0. ത്രോയിങ് ബോൾ അപ്പ്, ആർ 0. ഇനി ഇപ്പൊ ഒരു ടവർ വിത്ത് ഹൈറ്റ് എച്ച്, അവിടുന്ന് നമ്മൾ ത്രോ ചെയ്യുമ്പം ഉള്ള ഫോർമുലാസ് ആണ്. എച്ച് എന്ന് വെച്ചാൽ മാക്സിമം ഹൈറ്റ്, ഈ ടവറിന്റെ ഹൈറ്റ്. അതെന്ന് വെച്ചാൽ ഇവിടെ യു 0, ഈ യു ഉണ്ടാവും, കാരണം ഇത് ഹൊറിസോണ്ടൽ യു എക്സ്, ഇത് യു വൈ ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റിയിൽ എടുക്കാം. യു വൈ ഇവിടെ 0, ഇവിടെ യു എക്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വെർട്ടിക്കൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ, കാരണം ഡയറക്ട്ലി ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മൾ എറിയുന്നത്. അപ്പം വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. ഇങ്ങനെ ഒന്നല്ല എറിയുന്നത്, ഇങ്ങനെ എറിയണമെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ ആയി. ഇങ്ങനെ ഡയറക്ട്ലി ഹൊറിസോണ്ടലായി എറിയുന്നതുകൊണ്ട് യു വൈ 0 ആയിരിക്കും. അപ്പം ഹൈറ്റ് ഓഫ് ടവർ കണ്ടുപിടിക്കാൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഹാഫ് ജി ടി സ്ക്വയർ ഫോർമുല വെച്ചു. അതിൽ യു 0, അപ്പൊ ഇത് പോയി. എസ് എന്ന് വെച്ചാൽ ഇവിടെ എച്ച് ആണ്, ഈ എച്ച്. ജി ഇവിടെ പോസിറ്റീവ് തന്നെയാണ്, കാരണം താഴോട്ടാ. അപ്പം എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ, ഇതോ എച്ചിന്റെ ഫോർമുല. ഹൈറ്റ് ഓഫ് ടവറോ ഹൈറ്റ് ഓഫ് ബിൽഡിങ്ങോ എന്ത് വേണം കണ്ടുപിടിക്കാൻ. ടി എന്ന് വെച്ചാല് √2h/g. ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി യു എക്സ്, ഹൊറിസോണ്ടൽ വെലോസിറ്റി തന്നിട്ടുണ്ടാവുക, അത് യു എക്സ് ഇൻറ്റു √2h/g. ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പ്രോബ്ലം മാത്രമേ ഈ ക്വസ്റ്റ്യൻ ഇതിൽ ഈ ഭാഗത്ത് വരും മോസ്റ്റ് പ്രോബബ്ലി. ഇനി പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷനിൽ ഒരു ആംഗിൾ യുല് എറിയുന്നു, പക്ഷെ ആംഗിൾ ആൽഫയില് യു വെലോസിറ്റി വെച്ചിട്ട് ഒരു ബോഡി എറിയുന്നു. അപ്പം അതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി യു കോസ് ആൽഫ ഉണ്ടാവും. എല്ലാ പോയിന്റിലും അത് യു കോസ് ആൽഫ തന്നെയായിരിക്കും. ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും യു കോസ് ആൽഫ തന്നെയായിരിക്കും. പക്ഷെ വെർട്ടിക്കൽ വെലോസിറ്റി മാത്രം ഓരോ പോയിന്റിലും ചേഞ്ച് ചെയ്യും, കാരണം ആൽഫയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് വെർട്ടിക്കൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയിരിക്കും, യു സൈൻ ആൽഫ 0 ആയിരിക്കും, കാരണം ആൽഫ 90 ആകുമ്പം ഇത് 0 ആവും. അപ്പം ഇതിന്റെ ഡെറിവേഷൻ പഠിച്ചു വെച്ചോട്ടോ. ഇതാണ് ഇക്വേഷൻ ഓഫ് ദി, ഞാൻ ഡെറിവേഷൻ എഴുതിയിട്ടില്ല. ഇതിൽ എക്സ് സ്ക്വയർ വരുന്നോണ്ടാണ് സെക്കൻഡ് ഓർഡർ ആണെന്ന് മനസ്സിലായി, പാരബോളയാന്ന് മനസ്സിലായി. ഇതിന്റെ ഇക്വേഷൻ ഡെറിവേഷൻ വരുന്നതാണ് എന്റെ ഓർമ്മ, എനിക്ക് കറക്റ്റ് ഉറപ്പില്ല. ഡെറിവേഷൻ പഠിച്ചു വെച്ചു എന്തായാലും. ഇത് എച്ച് മാക്സ് വെച്ചാൽ ഇത് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ പ്രൊജക്ടൈൽ. വി സ്ക്വയർ സിക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പൊ മാക്സിമം ഹൈറ്റില് വി 0 ആയിരിക്കും, കാരണം ഈ പോയിന്റിൽ വി 0 ആ, ഈ പോയിന്റിൽ വി 0 ആ. വെർട്ടിക്കൽ കൺസിഡർ ചെയ്യുമ്പോഴേ ഹൊറിസോണ്ടൽ എപ്പോഴും യു കോസ് ആൽഫ ഉണ്ട്. മാക്സിമം ഹൈറ്റിൽ വെർട്ടിക്കൽ മാത്രമല്ല കൺസിഡർ ചെയ്യൂ. അപ്പൊ യു സ്ക്വയർ എന്ന് വെച്ചാൽ യു സ്ക്വയർ ഗിവൺ ആയിരിക്കും സൈൻ സ്ക്വയർ ആൽഫ മൈനസ് ആക്സിലറേഷൻ താഴോട്ട് മൈനസ് 2g എച്ച് എന്ന് വെച്ചാൽ എച്ച് മാക്സ്. അപ്പം ഇപ്പുറത്തോട്ട് ഇടുമ്പോഴത്തേക്ക് യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. ഇത് എച്ച് മാക്സിന്റെ ഫോർമുല. ടൈം ടി എന്ന് വെച്ചാൽ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് ആണെങ്കിൽ ടി വി is equal to u plus at. മാക്സിമം ഹൈറ്റിൽ വി 0 is equal to u sin ആൽഫ മൈനസ് ജി ടി, ആക്സലറേഷൻ താഴോട്ട് മൈനസ് ജി ടി. ടി is equal to u sin ആൽഫ ബൈ ജി. ഇനി
ഇവിടുന്ന് ഇവിടം വരെ എത്താനുള്ള ടൈം ആ ടി. തിരിച്ച് താഴോട്ട് എത്താൻ അതേ ടൈം ടി തന്നെ ആയിരിക്കും. അപ്പം ടി ഈസ് ഈക്വൽ ടു 2u സൈൻ ആൽഫ അല്ല സൈൻ തീറ്റ ബൈ ജി. ആറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബോഡിയിൽ ഇവിടെയുള്ള ഡിസ്റ്റൻസ്, ഇത് റേഞ്ച്. അപ്പോൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഈക്വൽ ടു യു കോസ് ആൽഫ പ്ലസ് 2 സൈൻ ആൽഫ ബൈ ജി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്കി ഡെറിവേഷൻ ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി. നോട്ട്സ് ഇത്ര ആക്കിയിട്ടുള്ളൂ. നമ്മുടെ സ്റ്റുഡന്റ് എസ്എസ്എല്ലിന്റെ വെബ്സൈറ്റിൽ ബാക്കി നോട്ട്സ് ഉണ്ട്, അപ്പൊ അത് വെച്ച് നോക്കി പ്രിപ്പയർ ചെയ്തു. ഇനിയിപ്പോ മറ്റന്നാൾ എക്സാം ആയതുകൊണ്ട് അല്ലെങ്കിൽ വൺ ഷോട്ട് വീഡിയോ കണ്ടോ. ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായിനോ? ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ, 9 മണിക്ക് തീർക്കണ്ടോണ്ട്. പിന്നെ ഫോർത്ത് മോഡ്യൂളിലെ ലാസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. റൊട്ടേഷന്റെ ഭാഗം കൂടിയുണ്ട്. ഇതിന്റെ അടുത്തുള്ള മൊത്തം ഇല്ല, ജസ്റ്റ് റൊട്ടേഷൻ മാത്രം. റൊട്ടേഷന് സിമ്പിൾ ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആക്സിലറേഷനും അതിന്റെ എല്ലാം ആംഗുലർ ഇതും വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. ലീനിയർ മോഷന് പഠിച്ച അതേ ഇക്വേഷന്റെ തന്നെ ഇതാണ് ഇത് യുവിന് പകരം ഒമേഗ ആയിട്ട് ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് എന് പകരം ആൽഫ ടി. യൂണിഫോംലി ആക്സിലറേറ്റഡിന് ഈക്വേഷൻസ്, റിട്ടാർഡിന് ഈക്വേഷൻസ്. ഈ ഇക്വേഷൻസ് ഒക്കെ ഈ പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു, ഇങ്ങനത്തെ പ്രോബ്ലംസ് തന്നെയാ വരിക. എസ് എച്ച് എൻ നിങ്ങൾക്കില്ല, സ്പ്രിങ്സും ഇല്ലല്ലോ. മോഷൻ ഓഫ് എ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ് ഇതുണ്ട്. ഇതിന്റെ ഡെറിവേഷൻ കുറച്ച് 2 ലൈന് പഠിക്കേണ്ടി വരും തോന്നുന്നു. ടോർക്ക് എങ്ങനെയാ കിട്ടുന്നതെന്നുള്ളത്. റൊട്ടേഷൻ അണ്ടർ കോൺസ്റ്റന്റ് മൊമെന്റ്, ജസ്റ്റ് അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. ഇതുവരെ പറഞ്ഞൊക്കെ മനസ്സിലായിനോ? ജസ്റ്റ് ആരെങ്കിലും റിപ്ലൈ. ഒരു ഇതും കൂടി ഉണ്ട്, മറ്റേ സെൻട്രോയിഡിന്റെ കേസിൽ ഇങ്ങനത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്ന കേസിൽ ഇവിടെ ഇപ്പം ഇങ്ങനത്തെ കുറെ ടൈപ്പ് വരാണ്. ഞാനിപ്പോ എൽ ഷേപ്ഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ടി വരാം, ഇ വരാം. ഇപ്പം ഒരു ബോഡിയിൽ ഈ ഒരു ഭാഗം റിമൂവ് ചെയ്തിട്ടാണെന്നുള്ളെങ്കിൽ ഇവിടെ A1 ഇത് ഫസ്റ്റ് ബോഡി, ഇത് സെക്കൻഡ് ബോഡിയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ A1x1 മൈനസ് A2x2 ഡിവൈഡഡ് ബൈ A1x1 A1 മൈനസ് A2 ചെയ്താൽ മതി കേട്ടോ. ബോഡി റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇത് മൈനസ് ആക്കിയാൽ മതി, ഇവിടെയും മൈനസ്. ഇനിയിപ്പം 9 മണി വരെ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. സ്റ്റാറ്റിക്സും ഡൈനാമിക്സും, ഫസ്റ്റ് 2 മോഡ്യൂൾ സ്റ്റാറ്റിക്സും പിന്നെ ഡൈനാമിക്സും. പാരലോഗ്രാമിന്റെ ഡെറിവേഷൻ ചിലപ്പം വേണ്ടി വരും, അത് ഈ നോട്ട് നോക്കിയിട്ട് ഡെറിവേഷൻ എടുത്തോ. പ്രിൻസിപ്പിൾ ഓഫ്
ഫാൻസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ചേഞ്ച് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്താ പറയാ, രണ്ട് ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ഇത് F1 ഇത് F2 ആണെങ്കിൽ ഇത് F1ഉം ഇത് -F2 ആയിട്ടും എടുക്കാം. പിന്നെ ഇവിടെയുള്ള F3 ഉണ്ടെങ്കിൽ അത് മേലോട്ട് എഴുതുന്നതും ഇവിടെ എഴുതുന്നതും കണക്ക് തന്നെയാ. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഇക്വിലിബ്രിയം കണ്ടീഷൻ, forces equal in magnitude, opposite direction, collinear. For three-body system, concurrent line of action should meet at a point. Sum of any two force equal to third force. Law of triangular law. ഇത് ഡെഫിനിഷൻ പഠിക്കേണ്ടി വരും. ലാമീസ് തിയറും ഡെഫിനിഷൻ പഠിച്ചു വെച്ചോ. പാരലലോഗ്രാമിന്റെ ഡെഫിനിഷൻ പഠിച്ചോ. ഇത് ലാമീസ് തിയറത്തിൽ ഞാൻ ചെയ്ത പ്രോബ്ലം ആയിരുന്നു. കുറെ പ്രോബ്ലം ഉണ്ട്, ഞാൻ സമയത്തിനനുസരിച്ച് കുറച്ച് പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ. ന്യൂട്ടൺസ് തേർഡ് ലോ വെച്ചിട്ടാണ് നമുക്ക് നോർമൽ റിയാക്ഷൻ കിട്ടുന്നത്. റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് ഞാൻ പറഞ്ഞ്. ഇക്വിലിബ്രിയം ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. അത് ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലം വരും കേട്ടോ. ഇത് നോക്കി വെച്ചോ. Rope 9 meter long is connected at a point A and B. 2 points on the same level, 8 meter apart. A load of 300 Newton is suspended from one point. ഇത് ലാമീസ് തിയറം വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ലാമീസ് തിയറം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റും ലാമീസ് തിയറം വെച്ചിട്ട് റിസോൾവ് ചെയ്താൽ മതി. ഇങ്ങനെ ഇവിടെ ഒരു ടെൻഷൻ, ഇങ്ങോട്ടൊരു ടെൻഷൻ, ഇവിടെ ഫോഴ്സ്, ടെൻഷൻ, ഇവിടെയും അതേപോലെ ഫോഴ്സ്, ടെൻഷൻ. ഈ ടെൻഷനും ഈക്വൽ ആയിരിക്കും. അപ്പം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ബാക്കി പൈത്തഗോറസ് വെച്ചിട്ട് ചെയ്യുമ്പം ടോട്ടൽ ലെങ്ത് 9 മീറ്റർ എന്നൊക്കെ തന്നിട്ടുണ്ടല്ലോ, അതേപോലെ ടോട്ടൽ ലെങ്ത് ഓഫ് റോപ്പ് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് മൈനസ് ചെയ്തിട്ട് കിട്ടും. ശരി. From angle AEC, y square is equal to 3 meter minus x square. ഇതൊരു റെക്ടാങ്കിൾ ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 4 മീറ്റർ. അപ്പൊ ഇവിടെ 4 മീറ്റർ. അപ്പൊ ഇത് എക്സ് മൈനസ് 4, ടോട്ടൽ 8 ആവുന്ന രീതിയിൽ. ക്വസ്റ്റ്യനിൽ 8 ആയതുകൊണ്ട് പൈത്തഗോറസ് വെച്ച് ഇത് കിട്ടി, ഇതും കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഈ ട്രയാങ്കിളിലും വെച്ച് നോക്കുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി. അപ്പം സൈൻ തീറ്റ കിട്ടി, ഫൈ കിട്ടി. ആദ്യം ഈ ട്രയാങ്കിൾ എടുക്കുക, പൈത്തഗോറസ് ചെയ്യുക. ഈ ട്രയാങ്കിൾ എടുത്ത് പൈത്തഗോറസ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിന്റെ വാല്യൂ കിട്ടിയ വൈന്റെ വാല്യൂ കിട്ടും. അപ്പം അതിന്റെ സൈൻ എടുത്താൽ ഓപ്പോസിറ്റ് ബൈ സൈൻ തീറ്റ എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വരുന്ന വാല്യൂ ആയിരിക്കും തീറ്റ. സൈൻ തീറ്റ ഈക്വൽ ടു എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ തീറ്റ കിട്ടും. ഇവിടെ ഫൈ ആണെങ്കിൽ എക്സ് മൈനസ് 4 ബൈ വൈ, തീറ്റ ഫൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 4 ബൈ വൈ ചെയ്താൽ ഇത് കിട്ടും. അങ്ങനെ ലാമീസ് തിയറം
ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ബാക്കി കുഴപ്പമൊന്നുമില്ല, ബാക്കിയൊക്കെ സിമ്പിളാ. ഇങ്ങനെ ബോൾസ് വരുമ്പം റിയാക്ഷൻ ഫോഴ്സ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. റിയാക്ഷൻ ഫോഴ്സ് ആംഗുലർ ആയിട്ട് വരുന്നോണ്ട് തീറ്റ കൊടുക്കുന്ന നോക്കണം. ഇതിൽ ഫ്രീ ബോഡി ഡയഗ്രാം മാത്രം കൊടുക്കാനേ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഈ പ്രോബ്ലം ചെയ്തിന് സെക്കൻഡ് മോഡ്യൂളില് കുറച്ചും കൂടി ഒന്ന് പഠിക്കാനുള്ളത്, ബാക്കി എല്ലാ മോഡ്യൂളും അത്യാവശ്യം നല്ല ഈസിയാണ്. ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആകുമ്പോൾ മ്യൂ എസും കൈനറ്റിക് ഫ്രിക്ഷൻ ആകുമ്പോൾ മ്യൂ കെ വിളിച്ചിട്ട് റെപ്രസെന്റ് ചെയ്ത് കോഎഫിഷ്യന്റ് ഓഫ് ഇത്. മാക്സ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുന്നത് ഗ്രാവിറ്റി ഫോഴ്സ് ആണ്, വെയിറ്റ്. ലോസ് ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റിപ്പോസ് തീറ്റ. Maximum inclination of a plane on which body remains at rest without applying external force. ഈ ലോസ് ഓഫ് ഫ്രിക്ഷൻ നോക്കി പഠിച്ചു. ഇതിപ്പോ നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യനിൽ കുറച്ച് അധികം നല്ല പ്രോബ്ലംസ് വരും. ഞാനിപ്പോ ജസ്റ്റ് ബേസിക് പ്രോബ്ലംസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ പോയിന്റ് കാണുന്നുണ്ടോ? ഇത് കപ്പിളിന്റെ ക്വസ്റ്റ്യൻ, അതും കൂടി ചെയ്ത് നോക്കിക്കോ. റിസൾട്ടന്റ് ഓഫ് പാരലൽ ഫോഴ്സ് എന്ന് വെച്ചാല് അത് ഡയറക്ഷൻ അനുസരിച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് സൂം ചെയ്യാൻ പറ്റുന്നില്ല. റോളർ ആംഗിളിലാവുമ്പോഴുള്ള ക്വസ്റ്റ്യൻ, പിന്നെ വേറെ മിസ്സെലേനിയസ് ക്വസ്റ്റ്യൻ. പ്രോബ്ലം മാക്സിമം ചെയ്യുക. പിന്നെ എന്താ പറയണ്ടേ, സിലബസിൽ കൊടുത്തിട്ടുള്ള സാധനത്തിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ട് പഠിക്കോ, അതാണ് വരാൻ ചാൻസ്. നമുക്ക് ഇപ്പം MOSലും സ്ട്രക്ചറൽ അനാലിസിസിലൊക്കെ അങ്ങനെയാ വരുന്നത്. കറക്റ്റ് ഡെഫിനേഷൻ ആയിട്ട് 3 മാർക്കിന് ചോദിക്കും. അവിടെയാണ് കുറെ ആൾക്കാർ പ്രോബ്ലം മാത്രം പഠിച്ചു പോകുമ്പോൾ ഡെഫിനേഷൻ കിട്ടാണ്ടാവും. നിങ്ങളുടെ വേർഡ്സിലല്ല, ഡെഫിനേഷൻ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോയിക്കോ. പിന്നെ എല്ലാത്തിന്റെയും കൂടെ ഡയഗ്രാം, അത് മറക്കണം. അത് ഇട്ടിട്ടെങ്കിലും മാർക്ക് ഉറപ്പ് വരും. ഫോഴ്സസ് ഇൻ സ്പേസ് വെച്ചാല് ഫോഴ്സ് തീറ്റ എക്സ്, തീറ്റ വൈ, തീറ്റ സെഡ്. മൊമെന്റ് ആർ ക്രോസ് എഫ്. ആർ ക്രോസ് എഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യണം. അപ്പം ഇതിന്റെ ഡിറ്റർമിനന്റ് വെച്ചിട്ട് IJK XYZ FX FY FZ എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ പ്രോബ്ലം വരുമോന്ന് എനിക്ക് ഉറപ്പില്ല. പഠിച്ചു വെച്ചോ. ഇത് മാത്സിൽ പഠിച്ച അതേപോലെ ഡിറ്റർമിനന്റ് പഠിക്കാൻ, ഡിറ്റർമിനന്റ് ചെയ്യാൻ. ഇത് റിസൾട്ടന്റ് കണ്ടുപിടിക്കാണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമോന്ന് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാണ്ടിരുന്നത്. സെൻട്രോയിഡ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ്, സെൻട്രോയിഡ് കണ്ടുപിടിക്കേണ്ട റെക്ടാങ്കിൾ അല്ലാണ്ട് വേറെ ഷേപ്സിന്റെ ഇത് നോക്കി വെച്ച് പോയിക്കേ. ഇവിടെ ഈ ഒരു സെമി സർക്കിള് കണ്ടോ, ഈ സെമി സർക്കിളില് മൈനസ് ചെയ്തിട്ട് എടുക്കണം. ഇതേപോലെ ഈ സെമി സർക്കിളിന്റെ ഇതൊക്കെ യൂഷ്വലി നമ്മൾ ഈ ലെഫ്റ്റ് മോസ്റ്റ് കോർണറിൽ നിന്നാണ് X ആക്സിസും Y ആക്സിസും എടുക്കുക. ഇപ്പൊ ഇങ്ങനെ സെമി സർക്കിൾ പോലത്തെ ഫിഗർ ആണെങ്കിൽ ഈ കോർണറിലാണ് നമ്മൾ X ആക്സിസും Y ആക്സിസും എടുക്കുക. അപ്പൊ ഇവിടുന്ന് ഉള്ള ഡിസ്റ്റൻസ്, കാരണം ഇവിടുന്ന് X ആക്സിസും Y എടുത്താൽ ഇവിടെ നെഗറ്റീവ് എക്സിലേക്ക് വരും. അപ്പൊ അത് യൂഷ്വലി ചെയ്യാറില്ല. ഫിഗർ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ 6 ഉണ്ടാവും. ഇത് റെക്ടാങ്കിളിന്റെ എടുക്കാൻ അറിയാലോ സെൻട്രോയിഡ്. ഈ
സെമി സർക്കിളിന്റെ ഫോർമുലയുണ്ട്, അത് ബൈഹാർട്ട് ആക്കി വെച്ചിട്ട് പോണം. സെമി സർക്കിളിന്റെ ഇങ്ങനെ എടുക്കുമ്പോഴും ഈ ഇങ്ങനെ എടുക്കുമ്പോഴും ഡിഫറെന്റ് ഉണ്ട്. അപ്പൊ അത് നോക്കി വെച്ചിട്ട് പോണേ. ഈ ഈ ഇങ്ങനത്തെ സർക്കിളാണ് ഞാൻ പറഞ്ഞത്. ഈ ഉള്ളിലത്തെ ചെറിയ സർക്കിളിന്റെ ഇത് മൈനസ് ചെയ്യണം. ട്രപ്പീസോയിഡിന്റെ ഫോർമുല ഒന്നെങ്കിൽ ഡയറക്റ്റ് ബൈഹാർട്ട് ആക്കാം, അല്ലെങ്കിൽ രണ്ട് ട്രയാങ്കിളും ഒരു റെക്ടാങ്കിളും ആക്കിയിട്ട് ഇതാക്കിയാൽ മതി. ക്വാർട്ടർ സർക്കിളിന്റെ ഫോർമുലയും ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഈ തിയറം നിങ്ങൾക്ക് ഇല്ലാന്ന തോന്നുന്നേ. ഇത് കുറച്ച് പഴയ സിലബസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല, റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതിന്റെയൊക്കെ ഡെഫിനിഷൻ പഠിച്ചിട്ട് പോയിക്കോ. പാരലൽ ആക്സിസ് തിയറം, IG പ്ലസ് AH², പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഞാൻ പറയാൻ മറന്നുപോയി. IZZ ഈക്വൽ ടു IXX പ്ലസ് IYY. ഈക്വേഷൻ മാത്രം എഴുതിയിട്ട് കാര്യമില്ല, ഫുൾ ഡെഫിനിഷനും എഴുതണം. ഇതിൽ ഓരോ വേർഡ്സും ഇമ്പോർട്ടൻ്റ്. എനിക്കൊക്കെ സീരീസിന് അങ്ങനെ മാർക്ക് പോയിട്ടുണ്ട്, ഫുൾ ഓരോ ഇതും എഴുതാത്തതിന് പകരം. അപ്പം ഇത് ബൈഹാർട്ടാക്കി പോകുന്നത് തന്നെയാണ് നല്ലത്, മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ. മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഏരിയന് പകരം മാസ് എടുക്കുന്നത്, അതേ ഉള്ളൂ മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ് mr², ഓഫ് എ ഡിസ്ക് mr²/4. സിലിണ്ടർ ഇല്ലല്ലോ നിങ്ങൾക്ക്, സിലിണ്ടർ ഫോർത്ത് മൊഡ്യൂളിൽ, ഇത് തേർഡ് മൊഡ്യൂളിലെ ഭാഗമായിട്ടാണ് വരുന്നത്. പണ്ട് പഠിച്ച ഓരോ ഇക്വേഷൻ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വലുതാണെങ്കിൽ സാധനം സിമ്പിൾ ആയിരിക്കും മിക്കവാറും. നേരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട മാത്രമേ അങ്ങനെ വരൂ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ കൈനറ്റിക്സ്, വർക്ക് എനർജി പ്രിൻസിപ്പിളും ഇമ്പൾസ് മൊമെന്റ് അതൊന്നും ഇല്ല സിലബസിൽ. ഡിഎലംബേർട്സ് പ്രിൻസിപ്പിളും അത് നോക്കി വെച്ചാൽ അതിന്റെ ഡെഫിനിഷൻ എഴുതിയിട്ടില്ല ഞാൻ. ഡിഎലംബേർട്സ്, റിസൾട്ടന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഇൻ എ ഡൈനാമിക് ഇക്വിലിബ്രിയം ഇസ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് ദ ഇനർഷ്യ ഫോഴ്സ്. നമ്മൾ കൊടുത്ത MA എന്ന് പറഞ്ഞ ഫോഴ്സ് എന്ന് വെച്ചാൽ ഇനർഷ്യൽ ഫോഴ്സാണ്. അപ്പം ഈ മൊഡ്യൂളിൽ ഈ ഇനർഷ്യൽ ഫോഴ്സ് കൊടുക്കാൻ മറക്കാൻ പാടില്ല. -MA ആയിട്ടായിരിക്കും ഇനർഷ്യൽ ഫോഴ്സ് എടുക്കുന്നത്. മോഷൻ ഓഫ് എ ലിഫ്റ്റും ഇനർഷ്യൽ ഫോഴ്സ് വെച്ചിട്ട്, ലിഫ്റ്റ് മൂവിങ് ഡൗൺവേർഡ്സ് ആവുമ്പം മൈനസ് ആയിട്ട് എടുക്കുക. -W/G എന്ന് വെച്ചാൽ മാസ്, W മൈനസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ വലിയ W വെയിറ്റ് ഓഫ് ലിഫ്റ്റ്, സ്മോൾ W അതിൻ്റെ അകത്ത് ഉള്ള ഇത് അകത്തുള്ള മാസ് എന്നെ വിശ്വാസം. അല്ല സോറി, ഈ രണ്ട് ഒരേ W, അത് പുറത്തുനിന്ന് നോക്കുന്ന അകത്തുനിന്ന് നോക്കുന്നുള്ള ഡിഫറൻസ് അതൊക്കെ ഉണ്ട്. R = ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ്സ് ആകുമ്പം ഗ്രേറ്റർ ആയിരിക്കും, ലിഫ്റ്റ് മൂവിങ് ഡൗൺവേർഡ്സ് ആകുമ്പോൾ മൈനസ് ചെയ്യണം, 1 - A/G ചെയ്യണം. ഇത് 1 + A/G ചെയ്യണം. ഫ്രീ ഫോൾ ആകുമ്പോൾ A = G എന്ന് വരും. Direction of inertia force is opposite to the direction of acceleration when lift accelerates, is same to the direction of acceleration when lift deaccelerates. അതിന്റെ എലിവേറ്ററിന്റെ പ്രോബ്ലംസ് മിക്കവാറും വരുവേ, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ 2 blocks ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസിന്റെ പുള്ളീസിന്റെ പ്രോബ്ലം വരും. ഇതിൽ മെയിൻ ആയിട്ട് പ്രോബ്ലവും പിന്നെ ഡെഫിനിഷൻസും മാത്രമേ ഞാൻ ചോദിക്കൂ. ഇത് റിസോൾവ് ചെയ്യാൻ അറിയാം, റിസോൾവ് ചെയ്യുന്ന
സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ച ഫസ്റ്റ് മോഡ്യൂളിൽ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ച സെയിം സാധനം അതിന് കൂടെ ഒരു ഇനർഷ്യൽ ഫോഴ്സും കൂടി കൊടുക്കണമെന്നേ ഉള്ളൂ. വർക്ക് എനർജി ഇക്വേഷൻ ഉണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. സിലബസിൽ അങ്ങനെ കണ്ടിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചോ. വർക്ക് എനർജി പ്രിൻസിപ്പിൾ, ഇമ്പൾസ് മൊമെന്റം, ഇത് പ്രൊജക്ടൈൽ മോഷൻ, പ്രൊജക്റ്റഡ് വെർട്ടിക്കലി ഇൻ ടു സ്പേസ്, അതാണ് ത്രോൺ അപ്പ്. ത്രോൺ ഹൊറിസോണ്ടലി ഇൻ ടു സ്പേസ്, അത് ഒരു ടവറിന്റെ മേലെ നിന്ന് എറിയുന്നത്. ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ ഓൺ ലെവൽ ഗ്രൗണ്ട്, ഇതാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇത് ഇതിന്റെ ഡെറിവേഷൻ, ഇക്വേഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈലിന്റെ ഡെറിവേഷൻ, ഇക്വേഷൻ ഓഫ് പാരബോളേന്റെ പോലെ ഇക്വേഷൻ ഓഫ് ഇത്. പ്രൊജക്ടൈൽ മോഷന്റെ ഇക്വേഷൻസ്, അതിന്റെ പ്രോബ്ലംസ് അത്യാവശ്യം. പിന്നെ റൊട്ടേഷൻ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻസും ടോർക്കിന്റെ ഈ രണ്ട് വരി ഡെറിവേഷനേ ഉള്ളൂ അത്. ഓക്കെ.